ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1200 കൊല്ലവർഷത്തെ ഫലമാണ്. അതായത് ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ്. കേരളയെ സംബന്ധിച്ചോളം പുതുവർഷമാണ് അല്ലെ. ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ് ഈ ഒരു വർഷം നമ്മൾ നോക്കി കാണുക എന്ന് പറയാം. ഈ ഒരു ഫലത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ. കാരണം ഈ ഒരു വർഷത്തില് പ്രധാന ഗ്രഹങ്ങൾ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയമാണ്. വ്യാഴം, ശനി, രാഹു, കേതുക്കൾ എന്നിവ രാശി മാറുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുക. അതുമാത്രമല്ല, നമ്മൾ പുതിയൊരു ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 1100 എന്ന ആണ്ടിൽ നിന്നും 1200 എന്ന ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി 200 അല്ലെ, 200 എന്ന വർഷമാണ് നമ്മൾ മുമ്പോട്ട് പോവുക. ഈ ഒരു വർഷക്കാലം, അതായത് 17/8/2024 മുതൽ 16/8/2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ വീഡിയോയുടെ അവസാനവും നിങ്ങളുടെ ഫലം കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം. ഒരു കൂറിന്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യേണ്ട, ഇപ്പോഴും ലാസ്റ്റിലോട്ട് പോകണമെന്നില്ല. പിന്നെ നിങ്ങളുടെ അതാത് ഫലങ്ങൾ കണ്ടാൽ മതി. ഓക്കെ. എന്നാൽ മാത്രമേ എങ്ങനെയാ നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾ ഗ്രഹിക്കേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കർക്കിടകം 32 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പുരാട നക്ഷത്രത്തില് ചിങ്ങരവി സംക്രമം എന്ന് പറയുക. 1200 മീനം 15, അതായത് 2025 മാർച്ച് 29 വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. 1200 മേടം 31, അതായത് 2025 മെയ് 16 ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. 1200 ഇടവം 4, അതായത് 2025 മെയ് 19 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സുപ്രധാനമായ രാശിമാറ്റങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ. അതാത് ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അതാത് രാശിയുടെ മാറ്റത്തിന് സമയത്ത് നമുക്ക് കൃത്യമായിട്ടിടാം. ഇത് പൊതുവായിട്ട് ഈ ഒരു 1200 കൊല്ലവർഷത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം വിശദമായി തന്നെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക കേട്ടോ. ആദ്യമായിട്ട് പറയുമെങ്കിൽ മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുക. 2ാം ഭാവത്തിൽ വ്യാഴവും 11 ശനിയും 12 രാഹുവും 6 കേതുവും സഞ്ചരിക്കുന്ന സമയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ യോഗമുള്ള ഒരു വർഷമായിട്ടാണ് ഈ ഒരു വർഷത്തെ കണക്കിലാക്കേണ്ടത്. അതായത് നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള മാസങ്ങളും വർഷങ്ങളും ഒക്കെ എന്തായിരിക്കണമെന്ന് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും അതനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് ആക്ഷൻ എടുക്കാനും ഒക്കെ അനുകൂലമായ ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷം കാലം എന്ന് പറയുന്നത് നിങ്ങൾ മടി പിടിക്കാതെ ഉത്സാഹത്തോടെ മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങളും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ടാണ് മേടരാശിയെ സംബന്ധിച്ചുള്ള നോക്കുക. സന്തോഷപ്രധാനമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ഉത്തമമായ സമയമാണ്. വീട്ടിലുള്ള കലഹങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കുടുംബ അന്തരീക്ഷം ഒന്ന് നമുക്ക് അനുകൂലമായി വരുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ ഒരു വർഷക്കാലം ചൂണ്ടിക്കാണിക്കുക. തൊഴിൽ മേഖലയിലൊക്കെ വിജയിക്കാൻ കഴിയുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയാം. സാമ്പത്തികമായ പലതരത്തിലുള്ള നേട്ടങ്ങളും പുരോഗതിയിലൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും 1200 എന്ന് പറയുക. ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള പാതകളും ആയിട്ടും അതിനു മുമ്പിൽ വരുന്ന മറകളായിട്ട് മാത്രമേ കരുതാൻ പാടുള്ളൂ. ആ മറകളെ നീക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ യാതൊരു കാരണവശാലും മടി, അലസത ഇതൊന്നും വെച്ച് പൊളിപ്പിച്ചുകൊണ്ടിരിക്കല്ല. അതിനെയൊക്കെ എത്രയും വേഗം നമ്മുടെ ജീവിതമാവുന്ന യാത്രയിൽ നിന്നും ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോവുക. എന്നാൽ നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലം എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ ലൗകികമായ ജീവിതത്തിലും അനുകൂലമായ സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ്. ഉയർച്ചകൾ, മത്സര പരീക്ഷകളിൽ അഭിമുഖീകരിക്കുന്നവർക്ക് അനുകൂലമായ സമയം, പൊതുവെ അനുകൂലമായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാലും പൊതുവെ അനുകൂലമായ ഒരു സമയം തന്നെയാണ്. എന്നിരുന്നാലും ജീവിതത്തിൽ ചില
സമയത്തെങ്കിലും നമുക്ക് ആ പഠനത്തിൽ നിന്നൊന്ന് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയി നിന്ന് പഠനത്തിൽ തന്നെ ഫോക്കസ് നൽകി അതിന്റെ കൂടെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയും കൊണ്ടുപോയി നടന്ന്, കാരണം നമുക്ക് പഠനം മാത്രമായ പോലുള്ള ജീവിതം എന്ന് പറയാം അല്ലെ. അപ്പൊ ജീവിതത്തിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, പഠനത്തിനൊപ്പം തന്നെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയും കൂടി ഒന്ന് പൊടി കൊണ്ടുപോയി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വർഷം തന്നെയാണ്. കൃത്യമായ സമയത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉന്നതമായ ഒരു വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുക. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ചിലർക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് ആ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ കൃത്യമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ കുറച്ചു പേർക്ക് ഇത്രയൊക്കെ ഗുണഫലങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ആ വിദ്യാഭ്യാസം തടസ്സപ്പെടാൻ ഒരു യോഗം കൂടിയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ, ശ്രദ്ധിച്ച് ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റും. അതെല്ലാം മറിച്ചാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കാനും സാധ്യത കൂടിയ ഒരു വർഷം തന്നെയാണിത്. സോ അതുകൊണ്ട് കൃത്യമായി യൂസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഫലത്തെ എത്തുവാനും നിങ്ങൾക്ക് കൃത്യമായ അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനും സാധിക്കുന്ന വർഷമാണ് കേട്ടോ. ആത്മവിശ്വാസവും കഠിനാധ്വാനം കൊണ്ട് നമുക്ക് ഈ ഒരു വർഷകാലം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. എല്ലാ സമയത്തും ഗുണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്ന് തന്നെ കരുതാവുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുക. എന്തൊരു കാര്യത്തിനും ശ്രദ്ധ, ജാഗ്രത ആവശ്യമായി വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഭയം, അപകട സാധ്യതയൊക്കെ പറയാവുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധയും ജാഗ്രതയും അത്യാവശ്യമാണ്. അനാവശ്യമായ ഭയങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ വന്നേക്കാം. ചിലത് അനാവശ്യവും ചിലത് ആവശ്യമായ ഭയമാണെന്ന് മനസ്സിലാക്കി ഇതിനെ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ചില തരത്തിലുള്ള കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഓവർ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചില അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. വാഹനം ഓടിക്കുമ്പോഴൊക്കെ ആയാലും വളരെയധികം ജാഗ്രതയോടെ, എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ പോലും വളരെയധികം ജാഗ്രതയോടെ തന്നെ ഈ ഒരു വർഷത്തെ നോക്കി കാണണം. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല മറ്റേ സംബന്ധിച്ച് ജീവിത വിജയത്തെ സംബന്ധിച്ച് അനുകൂലമായ ഫലമാണെങ്കിൽ പോലും അപകട സാധ്യതയും ഒക്കെ പറയാവുന്ന ഒരു വർഷം കൂടിയാണ്. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ചെലവുകളൊക്കെ വരാനും വർദ്ധിക്കാനും സാധ്യതയുള്ള വർഷമാണ്. വർഷാവസാനത്തിലൊക്കെ ആകുമ്പത്തേനും ആരോഗ്യ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും കേട്ടോ. അതേപോലെ ശത്രുക്കളുമായിട്ട് അല്ലെങ്കിൽ ശത്രു നമുക്ക് ഭയങ്കര എനിമീസ് ആയിട്ട് കണ്ടാൽ മിണ്ടുപോലും ഇല്ലാതെ പോലും നമുക്ക് മിത്രങ്ങളായി വരാനൊക്കെ യോഗമുള്ള സമയമാണ്. എന്ന് വെച്ചാൽ എനിമീസ്, നമ്മളോട് ശത്രുത ഉണ്ടായിരുന്നവരൊക്കെ നമുക്ക് മിത്രങ്ങളായി വരും. അത് ചിലപ്പോൾ ഉള്ളുകൊണ്ടുള്ളതായിരിക്കും. അവരുടെ ആ ഉള്ളിൽ തന്നെ ആ ഒരു നമ്മളോടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി നമുക്ക് നമ്മളോടൊരു മിത്രമായി വരണം. ശത്രുശല്യം പൊതുവെ ഒന്ന് കുറഞ്ഞ് നമുക്കൊരു അങ്ങനെ ശത്രുശല്യം പയ്യെ കുറയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഒക്കെ പയ്യെ വർദ്ധിച്ചു വരും. അതേപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ പയ്യെ മുന്നോട്ട് വിജയത്തിലേക്ക് നയിക്കാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും കേട്ടോ. ഇപ്പൊ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മേടരാശിയെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ ദോഷഫലങ്ങൾ വളരെയധികം ജാഗ്രതയോടെ അത് വിട്ടുകളയാതെ ബാക്കിയെല്ലാം നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് വിട്ടുകളയാതെ കരുതി നിങ്ങൾ മുന്നോട്ട് നടന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്ന നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. മറിച്ചാണെങ്കിൽ മടിയും അലസതയും കഠിനാധ്വാനമൊന്നും ഇല്ലാതെ ഒക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ ഒരു വർഷവും ഇപ്പൊ എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെ ഒരു അലസത മനോഭാവത്തിൽ തന്നെ പോകും. ഒരു പക്ഷേ അതിനും കഴിഞ്ഞുപരി നഷ്ടത്തിലേക്കായിരിക്കും നിങ്ങളുടെ കൂപ്പുകുത്ത എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോവാ. ബാക്കിയെല്ലാം അനുകൂലമായ ഫലങ്ങളാണ്. ഇതൊന്നും വളരെയധികം പേടിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നല്ല, ഞാൻ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എന്നിരുന്നാലും ഈ ഒരു കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആവും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു തോന്നുന്നു. ഇടവരാശി കാർത്തിക, മുക്ക, രോഹിണി, മകേരമാരടങ്ങുന്ന രണ്ടുകാല നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുക. 8, 11 ഭാവാധിപനായ വ്യാരം ജന്മത്തിൽ നോക്കുകയും 9, 10 ഭാവാധിപനായ ശനി 10ാം ഭാവത്തിൽ നിൽക്കുകയും 11 രാഹുവും 5 കേതുവും സഞ്ചരിക്കുന്ന സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുക. പൊതുവെ സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ചകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയാം. ഇടവരാശിയെ സംബന്ധിച്ചോളം നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗുണപരമായിട്ട് പറയാവുന്ന സമയമാണ്. പൊതുവെ യോഗമുള്ള ഒരു വർഷമായിട്ട് തന്നെ കരുതാം. പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്നൊരു സമയം തന്നെയൊക്കെ ജീവിത വിജയത്തിന് വേണ്ടി
എന്നിരുന്നാലൊക്കെ ചെലവുകളൊക്കെ വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ്. മനസ്സാധനത്തിന് ഇച്ചിരി കുറവുകൾ, നമുക്ക് സാമ്പത്തികമായ ഉയർച്ചകൾ ഉണ്ടായാൽ പോലും അതെന്താ അമിതമായ ചെലവുകൾ വരാനും അതുപോലെ തന്നെ എന്ത് ചെയ്യാം മാനസികമായ ഒരു പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നടത്തുവാനും ഉത്തമമായ ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയാൻ. തൊഴിൽ മേഖല റിലേറ്റഡ് ആയിട്ട് എന്താ നമുക്ക് സ്ഥലം മാറ്റം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായി നമുക്ക് ഒരു വീട് വിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ, അത് മാത്രമല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന സംബന്ധമായിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ, ഒക്കെ ഒരു വാടക വീട്ടിലേക്ക് മാറാനോ ഒരു ഹോസ്റ്റലിലേക്കൊക്കെ മാറാനും ഈ ഒരു സാധ്യത കാണുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുക. അതുപോലെ തന്നെ നമുക്ക് മനസ്സാത്തിന് വേണ്ടി എന്താ കുറച്ച് യാത്രകളൊക്കെ ചെയ്യേണ്ടത് വന്നേക്കാം. നമുക്ക് ഒരു ഫ്രീ ആവാൻ വേണ്ടി കുറച്ച് യാത്രകളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മൈൻഡ് ഫ്രീ ആവാൻ പറ്റും. എന്നിരുന്നാലും അവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാർ നമുക്ക് മൈൻഡ് എന്ത് നൽകുന്നവരാണ്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നൽകുന്നവരാണോ നെഗറ്റീവായിട്ട് തിങ്കിങ് നൽകുന്നവരാണോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ നെഗറ്റീവ് തിങ്കിങ് നൽകുന്നവരാണെങ്കിൽ അവരെ ഒന്ന് ജസ്റ്റ് സൈഡിൽ മാറ്റി നിർത്തി പോസിറ്റീവായിട്ട് വൈബ്രേഷൻ നൽകുന്നവരെ നമ്മൾ ആരുടെ കൂടെ നിൽക്കുമ്പോഴാണോ നമുക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നത്, നമുക്കൊരു എനർജറ്റിക് ഫീൽ കിട്ടുന്നത്, അവരുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ നിൽക്കാൻ ശ്രമിക്കുക. അതല്ലാതെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പക്ഷെ എന്താണ് എപ്പോഴും വാ തുറന്നാൽ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക പയ്യൊന്ന് നീക്കി വെക്കുക, അവരെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇതിന്റെ കൂടെ കൂട്ടുകൂടണ്ട അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് മുതിർന്നവരായാലും ചെറിയവരായാലും എന്ത് ചെയ്യുക ഒന്ന് മാറ്റി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കണ്ടെത്തുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് മെഡിറ്റേഷൻ പ്ലെയർ അതൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു എന്താ ആ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ചൈതന്യം കൃത്യമായി നമ്മളിലേക്ക് എത്താൻ, നമ്മുടെ ആ ഒരു ഫ്ലോ കറക്റ്റ് ആവാൻ, നമ്മുടെ ആ ഒരു ചാനൽ കറക്റ്റായി വരാൻ വേണ്ടി നമുക്ക് പോസിറ്റീവായ ഒരു അട്രാക്ഷൻ ആകർഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബിൽ നിൽക്കണം എന്നല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഗുണഫലങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് വരികാനും നമുക്ക് ആ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ്സ് വരുമ്പോൾ എന്ത് ചെയ്യാം അതിനെയൊക്കെ ചെറുതായിട്ട് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ഇതൊക്കെ വളരെയധികം ഉത്തമമായിട്ടുള്ള ഫലം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കൂടെ നിൽക്കുക. നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലാതെ നമ്മൾ നെഗറ്റീവായിട്ടുള്ളവരെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ വേറൊരാളുടെ കൂട്ടി നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം, യാതൊരു പ്രയോജനമില്ല. ഓക്കെ, അത് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ട. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരാളുടെ കുറ്റം പറയുമ്പോൾ നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അവർക്കത് നല്ലതോ ചീത്തയോ എന്തായാലും ആവട്ടെ വാട്ടവർ, നമുക്കത് എന്താവണുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് നെഗറ്റീവായിട്ട് നമ്മുടെ ഒരു നെഗറ്റീവ് അംശമായിട്ട് നമ്മളെ ഒരു കർമ്മമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കും. സോ ആ നെഗറ്റീവ് ഇമ്പാക്ട് നമ്മളിലേക്കും വരും. ഓക്കെ, നമ്മൾ ഒരാളുടെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ ഒരാളുടെ എന്താണ് എന്തെങ്കിലും മറ്റുള്ളവർക്ക് നാശം വരാനുള്ള സംഭവങ്ങൾ പറയുന്നു, അത് ശരിക്കും അവർക്കത് സംഭവിക്കണമെന്നില്ലയോ നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കും. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ അത് അഫക്റ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ ആ പോസിറ്റീവ് ആയ ചിന്തയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഉത്തമമായിരിക്കും. വിവാഹ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിലും നമ്മൾ പറഞ്ഞു അനുകൂലമായ ഒരു സമയമാണ്, നമുക്ക് പൊതുവെ ആലോചിക്കാൻ സമയമാണ്. എന്നിരുന്നാലൊക്കെ ഏജ് ഭയങ്കര കുറവാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു എന്താണ് 18 കഴിഞ്ഞോളൂ അല്ലെങ്കിൽ 21 കഴിഞ്ഞോളൂ, അങ്ങനെ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചാലും മതി. കാരണം വലിയ തിരക്ക് പിടിച്ച് ഇപ്പം നല്ല സമയമാണ്, നിങ്ങൾക്ക് ഇനിയും നല്ല സമയങ്ങൾ വരും. ഓക്കെ, തിരക്ക് പിടിച്ച് നിർബന്ധിച്ച് വിവാഹത്തിലേക്കൊന്നും എത്തിക്കാനില്ല, വിവാഹം കഴിക്കാനുള്ളവർക്ക് കഴിക്കാവുന്ന ഒരു നല്ല സമയമാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബിസിനസ് കാര്യങ്ങളിലൊക്കെ നമുക്ക് പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുന്നത്. ബിസിനസ് കാര്യങ്ങളും നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരാനും അത് ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റിലേക്കൊക്കെ എത്താൻ സാധിക്കും. എന്നിരുന്നാലും അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക അനലൈസ് ചെയ്ത് മാർക്കറ്റൊക്കെ പഠിച്ച ശേഷം മാത്രം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുക. ഞാൻ നാളെ പോയി ബിസിനസ് വിജയിക്കുമെന്നാണ് ഞാൻ പോയി നാളെ ബിസിനസ് തുടങ്ങിയേക്കാന്ന് വെച്ചാൽ ജോലി നിർത്തി വെച്ചിട്ട് പോവല്ലേ. നമുക്ക് ആ ബിസിനസ് ഫീൽഡ് അറിഞ്ഞിരിക്കണം, നമുക്ക് അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. ജോലി സ്ഥാപനത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അത് ചെയ്യുന്ന ബിസിനസ് നമ്മൾ ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും, ചെലവ് വർദ്ധിക്കുന്നതൊക്കെ പറഞ്ഞു. സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോ ജാഗ്രതയോ ആവശ്യമായിട്ട് വേണ്ടതാണ്. തന്റെ ജീവിത പങ്കാളിയോടും കൂടി എന്താണ് ഷെയർ ചെയ്ത സാമ്പത്തികമായ കാര്യങ്ങൾ അവരോടൊന്ന് ഷെയർ ചെയ്തിട്ട്
അവരുടെ അഭിപ്രായം കൂടി സ്വീകരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി ഉത്തമം എന്ന് പറയുന്നത്. ഇടവരാശിക്കാരുടെ ജീവിത പങ്കാളികളുണ്ടല്ലോ, അവർക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് ക്ലേശ അനുഭവങ്ങളൊക്കെ വരാനും ശാരീരികമായ ക്ലേശങ്ങളും മാനസികമായ ക്ലേശ അനുഭവങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്ന ഒരു വർഷം തന്നെയാണ്. സോ അതും ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ഒത്തിരി ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടിയാവുന്നൊക്കെ ജീവിത പങ്കാളികൾ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നമ്മൾ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ചെയ്യുക. നമ്മുടെ ജീവിത പങ്കാളിയെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, നല്ല അണ്ടർസ്റ്റാൻഡിങ് തന്നെ പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ നോക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രണയ സംബന്ധമായിട്ട് നോക്കാനും പ്രണയങ്ങൾക്കിടയിൽ നോക്കാനും അനുകൂലമായ സമയമാണ്. പ്രണയിക്കാനൊക്കെ പറ്റുന്ന സമയം ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന സമയമാണ്. ഒന്ന് ബ്രേക്കപ്പായി വീണ്ടും കൂടി ചേരാൻ ആഗ്രഹമുണ്ട്, ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. എന്നിരുന്നാലും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ പിന്നെയും വരാൻ സാധ്യതയുള്ള വർഷം തന്നെയാണ്. എന്നിരുന്നാലും വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതം എന്താണ് പ്രണയത്തിൽ മുന്നോട്ട് പോകാനും പ്രണയത്തിൽ വിജയിക്കാൻ കാണാവുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷം എന്ന് പറയുക. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടവരാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ജാഗ്രത വയ്ക്കുന്നത് ഉത്തമമായിരിക്കും. ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും കൃത്യമായ വൈദ്യ പരിശോധന നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് ജീവിതത്തിൽ പല കാര്യത്തിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ നാളെ നീട്ടിക്കൊണ്ട് പോയി ആ ചെറിയ രോഗം വലിയ രോഗമാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ചെറിയ അടയാളം വരുമ്പോൾ തന്നെ, ചെറിയൊരു സൂചന നൽകുമ്പോൾ തന്നെ കൃത്യമായ വൈദ്യ പരിശോധന നടത്തി മരുന്ന് സേവിക്കുക. അത് എന്നെ മരുന്ന് എന്ന് പറയുന്നില്ല, അത് അലോപ്പതി, ആയുർവേദ, ഹോമിയോ, അക്യുപഞ്ചർ, സുജോക്ക് എന്തും ആവാം. നിങ്ങൾക്ക് ഏത് ട്രീറ്റ്മെന്റ് ആണ് ഇഷ്ടം അത് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ശരീരം എന്താണ് ചികിത്സിക്കാൻ ഏത് മെത്തേഡാണ് ഉത്തമം നിങ്ങൾക്ക് തോന്നുന്നോ ആ മെത്തേഡിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അതിന് യാതൊരു തെറ്റുമില്ല. ഓക്കെ, അപ്പൊ അതിന് പിന്നെ എന്താണ് ചില സാഹചര്യം നോക്കണം. ചില അസുഖങ്ങൾക്ക് ഇന്ന മെഡിസിൻ ചെയ്താൽ കുറച്ചുകൂടി റിസൾട്ട് കൂടുതലുണ്ടെന്നൊക്കെ എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ചില ഡോക്ടറിന്റെ അടുത്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ കാരണം ഒരു വിശ്വാസവും കൂടിയാണ് അതിലും ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ട് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ആരോഗ്യ കാര്യം വളരെ ശ്രദ്ധിക്കുക. വീട്ടിലെ കുടുംബാംഗങ്ങളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും പഠനത്തിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്ന ഉത്തമമായിരിക്കും ഒരു വർഷം എന്ന് പറയുന്നത്. ഇത്രയാണ് പൊതുവെ ഇടവരാശിയെ സംബന്ധിച്ചത് കേട്ടോ. മിഥുനക്കൂറ് മകേരമര, തിരുവാതിര, പുണർത, മുക്കാടുന്നത് 2.25 നക്ഷത്രമാണ് മിഥുന രാശി അല്ലെങ്കിൽ മിഥുനക്കൂറ് എന്ന് പറയുക. ഇപ്പൊ ഇവരെ സംബന്ധിച്ചോളം 7, 10 ഭാവാധിപനായ വ്യാഴം 12ാം ഭാവത്തിലും 9ാം ഭാവത്തിൽ ശനിയും 10ാം ഭാവത്തിൽ രാഹുവും 4ൽ കേതുവും സഞ്ചരിക്കുന്ന സമയമാണ്. നമുക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മിഥുനരാശിയെ സംബന്ധിച്ചോളം ഒരു സമ്മിശ്ര ഫലമായിട്ടേ കരുതാൻ സാധിക്കുള്ളൂ ഈ ഒരു വർഷക്കാലം എന്ന് പറയുക. ഗുണങ്ങളും നന്മകളും നിറഞ്ഞൊരു വർഷമായിരിക്കും ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം എന്ന് പറയുക. ജീവിതത്തിൽ പല തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയാം. ക്ലേശങ്ങളും കഠിനമായ ദുഃഖങ്ങളൊക്കെ അനുഭവത്തിൽ വന്ന് ഭവിക്കുന്നൊരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലം എന്ന് പറയുക. സ്വപ്രയത്നം കൊണ്ട് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുന്നവരാണ് മിഥുനരാശിയെ സംബന്ധിച്ചുള്ള ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. സ്വന്തമായ അധ്വാനം ആവശ്യമാണ്, കഠിനാധ്വാനം ആവശ്യമായിട്ട് വേണ്ടി വരുന്ന ഒരു വർഷമാണ് ഈ ഒരു കാലം. പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. പൊതുവെ തന്നെ നമുക്ക് വെറുതെ ഇരുന്ന് വിജയിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാൽ മിഥുനരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു വർഷക്കാലത്തിൽ എന്ന് പറയുന്ന നമ്മൾ വർക്ക് ചെയ്യുന്ന എത്രയാണോ അതിന്റെ 10 മടങ്ങ് ഇരട്ടി നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ജീവിതത്തിൽ ആ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും ചിന്തിച്ചു മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായ ചിന്തകള് പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അത് ജീവിത വിജയത്തിനും വളരെയധികം ഉപകാരപ്പെടും. വിവാഹശേഷം എന്താണ് കുറെ വർഷങ്ങൾക്കൊക്കെ സന്താനങ്ങളില്ലാതെയൊക്കെ നിന്ന ദമ്പതികൾക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷക്കാലം സന്താന ഭാഗ്യം, സന്താന ലബ്ധിയൊക്കെ പറയാവുന്ന സമയമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ ഓർത്ത് ദുഃഖിച്ചു നിന്നവർക്കും അവർക്കൊരു സമാധാനത്തിന്റെ സമയമായിട്ട് പറയാം. സന്താനങ്ങളൊക്കെ നേർവരയിലേക്ക് നടത്താനും കുറച്ചുകൂടി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും അതനുസരിക്കാനൊക്കെ യോഗമുള്ള ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയാ. അപ്പൊ അത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ ഒരു വിജയത്തിന്റെ പാതയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും കേട്ടോ. ജീവിതത്തിലെ പൂർണ്ണമായിട്ട് എന്താണ്
ഗുണഫലമായിട്ടോ ദോഷഫലമായിട്ടോ നമുക്ക് കരുതാവുന്ന ഒരു വർഷമല്ല ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലതാക്കി എടുത്തോ. എന്നിരുന്നാൽ ചെറിയതായിട്ട് എന്താണ് ഒരു ദോഷഫലങ്ങളുണ്ട്. ആ ദോഷഫലങ്ങളെ വളരെയധികം ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം കരുതാൻ. ഓക്കെ, അത്ര ഉള്ളല്ല ഒരു വർഷക്കാലം മൊത്തം മോശം അനുഭവങ്ങളല്ല, വർഷം മൊത്തം ചീത്തയായിരിക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, വളരെയധികം ജാഗ്രത ആവശ്യമാണ്, വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്, എല്ലാ കാര്യങ്ങളിലും കഠിനാധ്വാനം ആവശ്യമാണ്. മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല, അപ്പൊ വണ്ണം കുറയ്ക്കാൻ നടക്കുന്നു. 1-2 ദിവസം ചെയ്തിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കിയാൽ നടക്കില്ല. പഠിക്കായിരുന്നു 1-2 ദിവസം പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തിനും കഠിനമായ അധ്വാനം ആവശ്യമാണ്. മനസ്സിലാക്കി അതനുസരിച്ച് അറിഞ്ഞ് പ്രവർത്തിച്ച ഗുണഫലങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കൃത്യമായി ഈശ്വര പ്രവർത്തന അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുന്ന ഉത്തമമാണ്. ഈശ്വര വിശ്വാസമുള്ള ഉത്തമമാണ്. അതനുസരിച്ച് ഓരോ പ്രവർത്തിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ദുഷ്ടപ്രവൃത്തികളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന വളരെയധികം നല്ല കാര്യമായിരിക്കും. മറ്റുള്ളവരുടെ നാശം കുറ്റമൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ പ്രവർത്തിക്കുന്നതൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന, അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന് അത് സഹായികരിക്കും. അതെല്ലാം മറിച്ചാണ് നമുക്ക് ഈ വർഷക്കാലം വെച്ചാൽ ദുഷ്ടപ്രവൃത്തിയിലേക്കൊക്കെ കുറച്ച് അട്രാക്ഷൻ കൂടുതൽ, അതുപോലെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെറിയ അട്രാക്ഷൻ, അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഭാവിയെ അത് നല്ല രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ജീവിതത്തിലെ നേർവഴിക്ക് നയിക്കാൻ ശ്രദ്ധിക്കുക. ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു വർഷക്കാലം കടന്നു നിർത്താൻ സാധിക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെയധികം കഠിനാധ്വാനം ആവശ്യമായി വരുന്ന ഒരു സമയമായിരിക്കും ഈ വർഷക്കാലം എന്ന് പറയുന്നത്. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. ജാഗ്രത പാലിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. കുടുംബ ജീവിതത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെയധികം ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോവാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വഴക്കുകൾ ഒക്കെ വരണം. അത് നമുക്ക് ഒരു ഡൈവോഴ്സ് എന്ന രീതിയിലേക്ക് എത്താനും വരെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അകന്ന് മാറി നിൽക്കാൻ വരെ യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കരുതലോടെ വേണം, കൃത്യമായ കരുതലോടെ ഒരു ചില്ലു പാത്രത്തെ നമ്മൾ സൂക്ഷ്മമായി കൊണ്ടുപോകുന്ന പോലെ വേണം കുടുംബജീവിതത്തെ ഈ ഒരു വർഷക്കാലം കൊണ്ടുപോകാൻ എന്ന് പറയുക. പ്രണയത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രണയത്തിനൊക്കെ നമുക്ക് അത്ര ഉത്തമ സമയം എന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും പ്രണയത്തിന് വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രണയങ്ങളുടെ ഇടയിലായാൽ പോലും എന്താണ് അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. അത് കുടുംബാംഗങ്ങളിൽ മാത്രമല്ല, നമ്മൾ പ്രണയത്തിന്റെ കാര്യത്തിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിക്കും ഒരു മുൻതൂക്കം കൊടുത്ത് തന്നെ പോവുക. എന്താണ് അവരുടെ ഒരു അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒത്തിരി കയറി നമ്മൾ ഇടപെടാതെ അവരെ ജീവിതത്തിലെ ലൈഫിലെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പുരുഷന്മാരായാലും സ്ത്രീകളായാലും നമ്മുടെ ജീവിത പങ്കാളി ആരെയാണ് അവരൊന്ന് സ്വതന്ത്രമാക്കാൻ. നമ്മൾ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണം, അങ്ങനെയല്ല. എന്നിരുന്നാലും ചില പ്രണയക്കിടയിൽ ഒരു ചെറിയ പൊസഷൻസ് കാരണം അത് കാമുകിയായാലും കാമുകനായാലും എന്താണ് എന്റെ മാത്രമാണ് എന്ന രീതിയിൽ നിൽക്കുന്നവരുണ്ട്. അത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. എന്റെ സ്വന്തമാണ് എന്ന് കരുതുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നിരുന്നാൽ പോലും അതിൽ കുറച്ചൊന്ന് അഴിവ് വരുത്തി അവരുടെ സ്വാതന്ത്ര്യം, അവർക്കും ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയബന്ധം വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വർഷം അടുത്തെടുക്കാൻ സാധിക്കും. അതെല്ലാം മറിച്ചാണെങ്കിൽ നിങ്ങളുടെ ആ പ്രണയബന്ധത്തിന് ചെറിയ പൊട്ടലും ചുറ്റലൊക്കെ വരാനും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ബ്രേക്കപ്പ് വരെ പോകാൻ സാധ്യതയുണ്ട്. സോ അത് വളരെയധികം കരുതലോടെ തന്നെ പോകണം. ഓക്കെ, നമ്മൾ പ്രണയം എന്നൊക്കെ പറയുന്ന ഒരു ചില്ല് പാത്രം പോലെ നിലത്തിയടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമം പിടിച്ചൊരു പണി തന്നെയാണ്. സോ അത് വളരെയധികം കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. ജീവിത സാഹചര്യങ്ങളിലായാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അനുഭവത്തിൽ വന്നേക്കാം. അതിൽ നമുക്ക് അനുകൂലമായ മാറ്റങ്ങളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ആ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ, അയ്യോ എനിക്ക് മൊത്തം മോശമാണ്, എനിക്ക് മൊത്തം ചീത്തയാണ്, ആ ഒരു ചിന്താഗതി നിങ്ങളുടെ ചിന്തയിൽ നിന്ന് മനസ്സിൽ നിന്ന് എന്ത് ചെയ്യുക, എടുത്ത് പുറത്ത് മാറ്റി കളയുക ഈ ഒരു വർഷക്കാലത്തേക്ക്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ജീവിതത്തിലേക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് എനർജി എത്തിക്കാൻ സാധിക്കും കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു വർഷം മുന്നോട്ട് പോവാമെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വർഷം കടന്നു കിട്ടും കേട്ടോ. കർക്കിടക രാശി പുണർതം കാല് പൂയം ആയില്യം അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ രാശിക്കാരെ സംബന്ധിച്ചാലും ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് വ്യാഴം 11-ലും ശനി 8-ലും നിൽക്കുന്ന സമയമാണ്. 9-ൽ രാഹുവും 3-ൽ കേതുവും സഞ്ചരിക്കുന്ന സമയമാണ്. ഓക്കെ, പൊതുവെ അനുകൂലമായ ഒരു സമയമായിട്ട് നമുക്ക് കരുതാവുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയാം. ജീവിതത്തിലായ ഉയർച്ചകൾ ഉണ്ടാവാൻ അനുകൂലമായ സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെ മാറി
നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ കാലമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയാം. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിലൊക്കെ ലഭിക്കാതെ നടക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. തൻ്റെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാനും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു തൊഴിലില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറയുന്നവർക്ക് തൊഴിൽ അന്വേഷിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി തൊഴിൽ നിൽക്കുന്നവർക്ക്, ജോബിലുള്ളവർക്കാണെങ്കിൽ പ്രൊമോഷൻസ് ലഭിക്കാനും യോഗമുള്ള സമയമാണ്. നമ്മുടെ മേലധികാരികളുടെ ഒക്കെ ഒരു പ്രീതിക്ക് പാത്രമാവാനൊക്കെ യോഗമുള്ള സമയമാണ്. പിന്നെ കർക്കിടക രാശിയെ സംബന്ധിച്ചുള്ള ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപം, ദേഷ്യം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരെ നാശം അതിനൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ചിലരെങ്കിൽ അവരിന്ന് അത് മാറ്റി ചിന്തിക്കുന്ന ഉത്തമമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, നെഗറ്റീവായിട്ട് തിങ്കിങ് നമ്മളെ എന്ത് ചെയ്യും, നമ്മളെ നെഗറ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും. ഓക്കെ, നമ്മൾ മറ്റൊരാളുടെ കുറ്റമാണ് പറയുന്നത്, അല്ലെ മറ്റൊരാളുടെ നാശത്തിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാശം വരണം എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ആ നാശം അവർക്ക് സംഭവിക്കുന്ന മുമ്പേ നമുക്കായിരിക്കും സംഭവിക്കാം. ഓക്കെ, നമ്മളിലേക്കായിരിക്കും ചിലപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള ഷെയ്ഡ്സ് പെട്ടെന്ന് അട്രാക്റ്റ് ആവാം. സോ ആ കാര്യം ശ്രദ്ധിക്കുക. അതെല്ലാം മറിച്ചാണ് നിങ്ങൾ ദേഷ്യത്തെ കൺട്രോൾ ചെയ്ത്, കോപത്തെ കൺട്രോൾ ചെയ്താണ്, അതുപോലെ തന്നെ ദുഷ്ടപ്രവൃത്തികളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചുകൂടി സക്സസ് ആയി. കാരണം ഒരു വർഷം എന്ന് പറയുന്നത് അനുകൂലമായ സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് മൊത്തം പുരോഗതികളൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവർക്ക് പുരോഗതിയൊക്കെ പറയാവുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ പുരോഗതികളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ പുതിയ പാർട്ണർഷിപ്പിനൊക്കെ സാധ്യതയുണ്ട്. പുതിയൊരു ബിസിനസ് തുടങ്ങാനൊക്കെ സാധ്യത ഉള്ള വർഷം തന്നെയാണ്. അതിനുള്ള ചില ഐഡിയാസ് ഒക്കെ വന്നുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഐഡിയ ഇല്ലെങ്കിൽ നമ്മുടെ പങ്കാളി ഉണ്ടല്ലോ, ജീവിത പങ്കാളിയാവുന്നില്ല, നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സും അവർക്കൊരു ഐഡിയ ഉണ്ടായി ആ ഐഡിയ നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് നമ്മളെ തന്നെ എന്ത് ചെയ്യാം, പാർട്ണറാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യത ഒക്കെ പറയാവുന്ന സമയമാണ്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അനുകൂലമായ സമയമായിട്ട് പറയാം. എന്നിരുന്നാലും കർക്കിടക രാശി ചിലർക്കെങ്കിലും പെട്ടെന്നുള്ള ഒരു പതനം നമുക്ക് പറയാവുന്ന സമയം കൂടിയാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും ഇല്ല, ഒരു 3 to 10% നമുക്ക് വേണമെങ്കിൽ പറയാം, 10%ഓളം നമുക്ക് വേണമെങ്കിൽ പറയാം പെട്ടെന്നുള്ളൊരു പതനത്തിന് സാധ്യത കാണുന്ന സമയമാണ്. കാരണം നമ്മുടെ ശ്രദ്ധയില്ലായ്മ, ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ തന്നെ പ്രവൃത്തി കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് നമുക്കിപ്പോൾ തൊഴിലായാലും ആ നിൽക്കുന്ന ജോലി നഷ്ടം, ഞാൻ പറഞ്ഞു ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം, അതുപോലെ തന്നെ ദുഷ്ടപ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പമില്ല. അതെല്ലാം മറിച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പതനത്തിലേക്ക് സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമായിരിക്കും. അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. വിവാഹത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് അനുകൂലമായി നടക്കാനൊക്കെ യോഗമുള്ള വർഷമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടൊക്കെ പുരോഗതി പറയാവുന്ന സമയമാണ്. വസ്ത്രലാഭം പറയാവുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ചിലപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വസ്ത്രം കൊണ്ടുവന്ന് തരാം, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയും വരാൻ സാധ്യതയുണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ പലതും നടക്കാൻ സാധ്യതയുണ്ട്. അതിൽ 10% ആളുകൾക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടാകും, അൺഎക്സ്പെക്റ്റഡ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കർമ്മം അതിനൊക്കെ ബന്ധിച്ചാണ് നിൽക്കുക. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അതും കൂടെ നോക്കി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ലൈഫ് നോക്കാൻ പറ്റും. പിന്നെ ചിലർ പറയാറുണ്ട് നല്ല ഫലങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അനുഭവത്തിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ പ്രവൃത്തി, നമ്മുടെ മുൻജന്മ കർമ്മവും അതുപോലെ നമ്മുടെ ജാതകവും ഒക്കെ കണക്ഷനാണ് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതൊക്കെ കണക്ട് ചെയ്താണ് നമുക്ക് അത് അറിയാൻ പറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ശ്രദ്ധിക്കുന്ന, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ചെറിയ കുറവാണ്, വലിയ പ്രശ്നമൊക്കെ എടുക്കണ്ട, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മറ്റുള്ള കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമാണ്. സാമ്പത്തികമായ പുരോഗതിയൊക്കെ പറയാവുന്ന സമയമാണ് കേട്ടോ ഈ ഒരു സമയം എന്ന് പറയുന്നത്. നമുക്ക് ഈ വർഷം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം നല്ല അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. നമ്മുടെ ആ പ്ലാനിങ് ഇരിക്കും നമ്മുടെ ലൈഫിന് മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ള. ഈ വർഷത്തെ പ്ലാനിങ്, നമ്മൾ എടുക്കുന്ന അജൻഡാസ്, ഇതൊക്കെ വെച്ച് പ്രകാരമാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക. അപ്പൊ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് വലിയ നല്ലൊരു വിജയത്തിന് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സുപ്രധാന പങ്ക് വഹിക്കും ഈ 1200 കൊല്ലവർഷം എന്ന് പറയുക. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങള്, ജീവിത നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. പക്ഷെ അത് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം മുമ്പോട്ട് പോവാൻ.
ഓക്കെ, കൃത്യമായിട്ട് പ്ലാനൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഓക്കെയാണ്. അതല്ലാതെയാണ് മറിച്ചാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് പൊതുവെ നോക്കിയ കർക്കിടക രാശിയെ സംബന്ധിച്ച് അനുകൂലമായ ഫലങ്ങളാണ്. എല്ലാ കാര്യത്തിനും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ്. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സാഹചര്യമായിരിക്കും ഉണ്ടാവുക കേട്ടോ. പൊതുവെ അനുകൂലമായ സമയമാണ് കർക്കിടക രാശിയെ സംബന്ധിച്ചാൽ ഈ 1200 കൊല്ലവർഷം എന്ന് പറയുക. ചിങ്ങരാശി മകം പൂരം ഉത്തരം കാടുകുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുന്നത്. 5ാം ഭാവത്തിനുമായ വ്യാഴം 10ാം ഭാവത്തിലും 7 ശനിയും 8 രാഹുവും 2 കേതുവും സഞ്ചരിക്കുന്ന സമയമാണ് ചിങ്ങരാശിയെ സംബന്ധിച്ചാൽ ഈ 1200 കൊല്ലവർഷം എന്ന് പറയുക. നമുക്ക് പറയുന്നത് സാമ്പത്തികമായ പുരോഗതിയൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ് ഈ വർഷം എന്ന് പറയുന്നത്. വരുമാനമൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ഒന്നിലധികം വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിലിന് ഗുണമൊക്കെ പറയാവുന്ന സമയമാണ്. പക്ഷെ തന്റെ പ്രവർത്തന മേഖലയിൽ എന്താണ് ചിലതരം തടസ്സങ്ങൾ, തൊഴിൽ സ്ഥാപനത്തിനായാലും ചിലതരം തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ചിലപ്പം നമുക്ക് ആ എംപ്ലോയ്മെന്റുമായിട്ട് നമുക്ക് അങ്ങ് പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ, ചിലപ്പോൾ നമ്മുടെ വർക്കേഴ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ മേലധികാരിയുമായിട്ട് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി നമുക്കൊരു ഒരു വീർപ്പുമുട്ട് നമ്മളെ ജോലി ചെയ്യുമ്പോൾ പ്രവർത്തന മേഖല എന്ത് തന്നെയായാലും ആ മേഖലയിൽ ഒരു വീർപ്പുമുട്ട് നമുക്ക് അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ ആഹാര കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചില സുപ്രധാനമായ കാര്യങ്ങൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും മുന്നോട്ട് പോകുമ്പോൾ. അപ്പൊ ആ കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കാൻ നിങ്ങൾ കൃത്യമായി ഒരു ലക്ഷ്യം വെക്കുക. ആ കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സുപ്രധാനമായ കാര്യം നിങ്ങൾക്ക് കണ്ടെത്താനും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സുപ്രധാന വർഷമായിട്ട് 1200 കൊല്ലവർഷത്തെ കാണാനും സാധിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു വേ ഓഫ് തിങ്കിങ്ങിലും വേ ഓഫ് പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമുക്ക് ആ ജീവിതം ചിങ്ങരാശിയെ സംബന്ധിച്ചാൽ ഈ ഒരു വർഷകാലം എങ്ങനെയാണ് എന്നുള്ളത് കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നല്ല ശുഭചിന്തയും ശുഭമായിട്ടുള്ള പ്രവർത്തനമൊക്കെ ആയെങ്കിൽ നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ നടക്കും. മാർച്ചാണെങ്കിൽ നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞു, ദമ്പതികൾക്ക് കുട്ടികളൊന്നുമില്ല, അതിന്റെ ദുഃഖത്തിലൊക്കെ നിൽക്കുന്നവർക്ക് അതിനനുകൂലമായ സമയമാണ്. സന്താന ഗുണം, സന്താന ഭാഗ്യം, സന്താന ലബ്ധിയൊക്കെ പറയാവുന്ന സമയമാണ്. അതിനൊപ്പം തന്നെ സന്താനങ്ങളോട് ഓർത്ത് അല്ലെ സന്താനങ്ങളുടെ വിഷയത്തില് അവരുടെ പെരുമാറില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വഭാവത്തിലോ ഒക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് സന്താനത്തെ വിഷയം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ വരാനും യോഗമുള്ള സമയമാണ് ചില ചിങ്ങരാശിയെ സംബന്ധിച്ചോളം. സോ അതും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. സന്താനങ്ങളുടെ കൂട്ടുകെട്ടുക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നു ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ സന്താനത്തിനെ ഓർത്ത് ദുഃഖിക്കാനും സന്താനത്തിന്റെ തൊഴിൽ സംബന്ധമാവാം, ചിലപ്പം ബിസിനസ് സംബന്ധമാവാം, ചിലപ്പോൾ പഠന സംബന്ധമാവാം, ചിലപ്പോൾ സ്വഭാവ സംബന്ധമാവാം, ചിലപ്പോൾ പെരുമാറ്റ സംബന്ധമാവാം. എന്ത് തരത്തിലും ഒരു ദുഃഖാനുഭവം വരാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം തന്റെ ആരോഗ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ അത്ര ഉത്തമമായിട്ടുള്ള ഫലമല്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ കണ്ടാൽ തന്നെ അന്നേരം തന്നെ പോയി വൈദ്യ പരിശോധന നടത്തി കൃത്യമായ മരുന്ന് കഴിക്കുന്നതും സേവിക്കുന്നതൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്തൊരു കാര്യം ചിന്തിക്കാനായാലും പ്രവർത്തിക്കാനായാലും ചിന്തിച്ച് മാത്രമല്ല കൃത്യമായ കരുതലോടെ മാത്രം അത് പറയുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് ഉത്തമം എന്ന് പറയാം. മാർച്ചാണെങ്കിൽ നമുക്കൊരു ദുഃഖ അനുഭവമായിട്ട് നിൽക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതം നോക്കുകയാണെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ദമ്പതികൾ തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രണയങ്ങൾ തമ്മിലായാലും ചെറിയ ചർച്ചക്കുറവൊക്കെ ഉണ്ടാവാനും സാധ്യത പറയാവുന്ന സമയമാണ്. അതുപോലെ തന്നെ ബന്ധു വേർപാടൊക്കെ പറയാവുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിത്രങ്ങൾ പലരും നമുക്ക് ചില തരത്തിലെങ്കിലും നമ്മുടെ ഒരു കുശുമ്പ് അസൂയൊക്കെ വെച്ച് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളിൽ നിന്നൊന്ന് മാറാനൊക്കെ യോഗമുള്ള സമയമാണ്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സുഹൃത്ത് വലയത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് അനുകൂലമായ സുഹൃത്ത് വലയത്തിലേക്ക് എത്താൻ സാധിക്കും. അത് മറിച്ചാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മറികടന്നെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുർഘടം പിടിച്ചൊരു അവസ്ഥയായി മാറാനും സാധ്യതയുണ്ട്. സോ ഈ വർഷത്തെ ശുഭപ്രതീക്ഷയോടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു വർഷക്കാലം എന്ന് പറയാം. കന്നിരാശി
ഉത്രം മുക്കാർ അത്തം ചിത്തിരാരടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശിയെ സംബന്ധിച്ച്. ഇവരെ സംബന്ധിച്ച് ഒരു വർഷക്കാലം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 9ാം ഭാവത്തിൽ വ്യാഴവും 5-6 ഭാവാധിപനായ ശനി 6ലും 7ാം ഭാവത്തിൽ രാഹുവും ജന്മത്തിൽ കേതുവും സഞ്ചരിക്കുന്ന സമയമാണ്. അനുകൂലമായ സമയമായിട്ട് നമുക്ക് കരുതാൻ സമയമാണ്. നമുക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവന്ന് തരുന്ന ഒരു സമയമായിട്ട് നമുക്ക് കരുതാം ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. ഇതാണ് ലാഭം പറയാവുന്ന സമയമാണ്, തൊഴിൽ നേട്ടം പറയാവുന്ന സമയമാണ്, തൊഴിലിൽ പുരോഗതി പറയാവുന്ന സമയമാണ്, വിവാഹ യോഗം പറയാവുന്ന സമയമാണ്, നമുക്ക് ബിസിനസ്സിനായാലും പുരോഗതികളൊക്കെ ഉണ്ടാകും നമുക്ക് പറയാവുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയാം. ജീവിതത്തിൽ വിജയിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അതിന് അനുകൂലമായ സമയമാണ്. വീട് വിട്ട് മാറി നിൽക്കേണ്ട സമയങ്ങളൊക്കെ ആയിട്ട് കരുതാം ഈ സമയം എന്ന് പറയുന്നത്. വീട് വിട്ട് മാറി നിൽക്കുക, അതെന്തിന്റെ ആവശ്യമാകാം, ചിലപ്പോൾ തൊഴിൽ സംബന്ധമാകാം, ചിലപ്പോൾ പഠന സംബന്ധമാവാം, ചിലപ്പം ജസ്റ്റ് അന്ന് വീട് വിട്ട് മാറി നിൽക്കാം എന്ന് വിചാരിക്കുന്നതാവാം. എങ്ങനെയാലും വീട് വിട്ടൊന്ന് മാറി നിൽക്കേണ്ട യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് അനുകൂലമായ സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുക കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അനുകൂലമായ സമയമാണ്. വിദ്യാഭ്യാസത്തിൽ ഗുണവും അതുപോലെ മത്സര പരീക്ഷ വിജയവും ഒക്കെ പറയാവുന്ന സമയമാണ്. നമുക്ക് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നോക്കാം, നമുക്ക് എന്തൊരു കാര്യത്തിലും ഹാർഡ് വർക്ക് ആവശ്യമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നെങ്കിലും നമുക്ക് സ്മാർട്ട് വർക്ക് മതി എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ സ്മാർട്ട് വർക്കിന്റെ യൂസ് അത്ര വരുന്നെങ്കിൽ കൂടുതൽ ഇവിടെ ഹാർഡ് വർക്ക് കൂടുതലും നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ റിസൾട്ട് കിട്ടുന്ന ഒരു സമയമായിരിക്കും ഒരു വർഷക്കാലം എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം. സോ അതനുസരിച്ചുള്ള ഒരു മുൻതൂക്കം നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ വിവാഹത്തിന് ശേഷം സന്താനമില്ലാതെ ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ച് നിൽക്കുന്ന ദമ്പതികൾക്കൊക്കെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് സന്താന ലാഭം, സന്താന ലബ്ധിയൊക്കെ പറയാവുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ലൈഫിൽ നമുക്ക് നേടിയെടുക്കാൻ പലതും ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു വർഷം കൂടി ആയിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്ന കന്നിരാശിയെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ ശത്രുക്കളെ എന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. നമുക്ക് മുൻപേ ഇപ്പൊ ശത്രുക്കളൊന്നും ഇല്ലെങ്കിൽ പോലും ശത്രുക്കൾ ഉണ്ടെന്നുള്ള കരുതലോടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൈഫ് സെറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് ശത്രുക്കളെ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും അവർക്ക് നാശം സംഭവിക്കുന്നല്ലാതെ നിങ്ങളിലേക്ക് അത് വലിയ തരത്തിൽ ബാധിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് നിങ്ങളുടെ ഡെഡിക്കേഷനും നിങ്ങളുടെ കഠിനമായ അധ്വാനവും ഈശ്വര പ്രാർത്ഥനയൊക്കെയാണ് അതിനൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുക. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിയെങ്കിൽ ഉത്തമ സമയമാണ്. പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും ഒരുക്കി വരിക കേട്ടോ, പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കായാലും അതിനൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങി വരും. അതുപോലെ തന്നെ ചിലർക്ക് ഞാനിത് ജോലി മാറിയാലോ, എനിക്ക് ജോലി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഈ ജോലി എനിക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയുന്നവർക്ക് അതിൽ നിന്നൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവാനും യോഗമുള്ള സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിയാൽ നമുക്ക് അനുകൂലമായ സമയമാണ്. എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ ക്ഷീണങ്ങൾ, തളർച്ചകൾ, ശരീരവേദനകളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള സമയം കൂടിയാണ് കേട്ടോ. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഒരു ഭവനം പണിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വീട് വെക്കണം, വളരെ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു വീട് വെക്കാൻ എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വർഷത്തിൽ വെക്കാവുന്നതാണ്. അതിന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നടക്കുന്ന സമയം തന്നെയാണ്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ലോണൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നവർക്കും അതും അനുകൂലമായ സമയം. ലോണൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് സജഷനായി കിട്ടാനൊക്കെ അവസരം ഒതുങ്ങി വരും. എന്നിരുന്നാലും നമ്മുടെ കൃത്യമായ ഒരു ബഡ്ജറ്റിംഗ് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ ബഡ്ജറ്റ്, ഫിനാൻഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം മോശമാവാൻ സാധ്യതയുണ്ട്. സോ കൃത്യമായ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നേക്കാം. അതൊക്കെ ഒന്ന് മറികടക്കാൻ നമ്മൾ കൃത്യമായ ഒരു ഈശ്വര പ്രാർത്ഥന ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതെന്താ ചെയ്യാൻ പറ്റും, അതൊക്കെ ഒന്ന് മറികടന്ന് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. പക്ഷെ വിവാഹ കാര്യങ്ങൾ കൃത്യമായി ആലോചിച്ച് ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഓരോ ചുവട് വെക്കുമ്പോഴും കൃത്യമായ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും കേട്ടോ. തുലാം രാശിയാണ്. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാട് 3 2.25 നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുക. ഇവരെ സംബന്ധിച്ച് ഒരു വർഷം എന്ന് പറയുന്ന നമുക്ക് വിജയങ്ങളൊക്കെ ഉണ്ടാവും. ഭവന നിർമ്മാണത്തിൽ ശ്രമിക്കുന്നവർക്കൊക്കെ പറ്റും. എന്നിരുന്നാലും ഈ വർഷം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ല വർഷമാണ് നമുക്ക് പറയാൻ പറ്റൂല ഈ 1200 കൊല്ലവർഷം എന്ന് പറയുക. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയം തന്നെയാണ്.
നമുക്ക് രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. വ്യാധികളൊക്കെ പെട്ടെന്ന് പിടിപെടാൻ യോഗമുള്ള സമയമാണ്. സോ അതിനനുസരിച്ചുള്ള ജാഗ്രത, പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഒരു കാര്യം വന്നു കഴിഞ്ഞിട്ട് മാറ്റുന്നതിന് കഴിഞ്ഞ് വരാതെ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊരു കാര്യത്തിനടക്കം ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് മനസ്സിലാക്കുക. സാമ്പത്തികമായ ഇടപാടുകൾ, ഭൂമി സംബന്ധമായ ഇടപാടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ വളരെയധികം കരുതലോടെ കൃത്യമായ ഒരു അഡ്വക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. അതല്ലാതെ മറിച്ച് നിങ്ങളുടേതായ സ്വയം തീരുമാനങ്ങൾ അല്ലെ സുഹൃത്തുക്കൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള നഷ്ടത്തിലേക്കും. അത് മാത്രമല്ല, നമ്മൾ കൃത്യമായിട്ട് പ്രയോജിച്ചില്ല നമുക്കെങ്കിൽ നമുക്ക് ജയിൽവാസം വരെ പറയാവുന്ന സമയമാണ് തുലാം രാശിയെ സംബന്ധിച്ചുള്ള ഈ ഒരു വർഷക്കാലം എന്ന് പറയാം. സോ അത്രമാത്രം കരുതലോടെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ ഈ ഒരു വർഷത്തെ നോക്കി കാണുവാൻ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ അത് നിയമപരമായിട്ടുള്ളതാണോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുക, ചെയ്യുക, ചിന്തിക്കുക. അതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുക. കാരണം നമുക്കൊരു ബന്ധനത്തിന്റെ സമയമൊക്കെയാണ്. സോ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയാം. ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടെങ്കിൽ വലിയ തരത്തിൽ ഭയപ്പെടേണ്ട ആവശ്യം വരില്ല. അതെല്ലാം മറിച്ചാണെങ്കിൽ അത് എന്താണ് മുമ്പില് വലിയ പ്രശ്നത്തിലേക്ക് വഴിതിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ പിടിക്കുന്നിടത്ത് നമ്മുടെ പിടി കിട്ടിയെന്ന് വരില്ല. സോ ആ ജാഗ്രത ആവശ്യമാണ് മനസ്സിലാക്കുക. ജാഗ്രത എന്ന് പറയുമ്പോൾ നമ്മൾ അത്രമാത്രം സൂക്ഷ്മയോടെ തന്നെ ഈ ഒരു വർഷത്തെ നോക്കി കാണണം. നിങ്ങളിതൊക്കെ എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും അത് വളരെയധികം ജാഗ്രതയോടെ തന്നെ ഈ ഒരു വർഷത്തെ നോക്കി കാണണം. ഓരോ പ്രവൃത്തി ഇറങ്ങുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ വേണം. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം, നിയമപരമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു തോന്നലൊക്കെ തോന്നിയേക്കാം. പക്ഷെ ആ തോന്നലൊക്കെ പിടിച്ച് മുറുക്കി കെട്ടി നിങ്ങൾ എന്ത് ചെയ്ത് മാറ്റി വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് ലൈഫിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും. പിന്നീട് ചിന്തിച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും വലിയ ദുഃഖത്തിലേക്ക് അത് വഴിതിരിക്കും. സോ അത് ശ്രദ്ധയോടെ തന്നെ ഈ ഒരു വർഷത്തെ നോക്കിക്കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ വർഷത്തെ മൊത്തത്തിൽ അങ്ങനെയൊന്നുമല്ല, എന്നിരുന്നാൽ പോലും നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ ഈ ഒരു വർഷത്തെ നോക്കി കാണാൻ ശ്രദ്ധിക്കുക. ശാരീരികമായ കുറച്ച് ക്ലേശങ്ങള്, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള സമയമാണ്. അഗ്നി സംബന്ധമായുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. കുടുംബിനികളൊക്കെ ശ്രദ്ധിക്കുക. കാരണം അവരെ അടുക്കള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അഗ്നിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവരാണ്. സോ അതും റിലേറ്റഡ് ആയിട്ട് വളരെയധികം ശ്രദ്ധിച്ച് അനുഭവ. കാരണം അഗ്നിഭയം ഒക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ് ഈ സമയം എന്ന് പറയുന്നത്. ശത്രുക്കളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്കും എന്താണ് ശത്രുനാശമൊക്കെ പറയാവുന്ന ആണ്. എന്നിരുന്നാൽ പോലും നമ്മൾ പറഞ്ഞു വളരെയധികം ജാഗ്രത ആവശ്യമാണ്, ശ്രദ്ധ ആവശ്യമാണെന്ന് പറഞ്ഞു. നമ്മൾ എടുക്കേണ്ട ശ്രദ്ധ ജാഗ്രത നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ തരത്തിൽ പേടിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ ഫോക്കസ് എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ പഠനത്തിൽ കൊടുക്കാതായിരിക്കും ഉത്തമം എന്ന് പറയുക. വേറെ പരിധിരിച്ച് നിങ്ങളുടെ ഫോക്കസ് കളയാതെ കൃത്യമായ പഠനത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കൊടുത്താൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല. മറിച്ചാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള ഫേസുകളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ട അവസ്ഥ വരും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നവർക്ക്, ബിസിനസ് നടത്തുന്നവർക്കൊക്കെ കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും വർക്കുകളൊക്കെ പൂർത്തീകരിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മറിച്ചാണെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് വരാം. അതുപോലെ തന്നെ പാർട്ണർഷിപ്പിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ രണ്ടുപേരും നല്ല ധാരണയോടെ നിങ്ങളുടെ ആ ബിസിനസ് ഒക്കെ നടത്തുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിലായാലും അല്ലെങ്കിൽ ബിസിനസ് ഇടപാടിലായെങ്കിലും എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിലും നിങ്ങൾ വളരെയധികം ജാഗ്രതയോടെ തന്നെ ഇരിക്കുക. കാരണം ഒരു ശ്രദ്ധ വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ചതിയൊക്കെ പറ്റാൻ യോഗമുള്ള സമയമാണ്. സോ ആ സമയം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ആരോഗ്യ കാര്യത്തെ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ചെറിയൊരു പനി വന്നാൽ പോലും കൃത്യമായ വൈദ്യ പരിശോധന നടത്തി നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് കൃത്യമായ മെഡിസിൻ സ്വീകരിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ആ ലൈഫ് കുറച്ച് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ജീവിതം എന്ന് പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്ന കുറച്ച് മുൻതൂക്കം ദോഷഫലത്തിന് മുൻപോക്കി നിൽക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ജാഗ്രത ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല മുന്നോട്ട് പോകാൻ. നമുക്കറിയാം, ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ ആ സിഗ്നൽ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതല്ലാതെ കാണാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് അത് വഴിതിരിക്കാൻ സാധ്യതയുണ്ട്. സോ അത് ശ്രദ്ധിക്കുക, ഉത്തമമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. വൃശ്ചിക രാശി. വിശാഖംകാര അണിരം തൃക്കേട്ട അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചിക രാശി.
വൃശ്ചിക രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 7ാം ഭാവത്തിൽ വ്യാഴവും 4ൽ ശനിയും 5ൽ രാഹുവും 11ൽ കേതുവും സഞ്ചരിക്കുന്ന സമയമാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമായ സമയമായിട്ട് പറയാവുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്ന വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുക, ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് പറയാം. തൊഴിൽ നേട്ടം പറയാവുന്ന സമയമാണ്. വളരെ കാലമായിട്ട് തൊഴിൽ അന്വേഷണം നടക്കുകയാണ്. പല സാഹചര്യത്തിലും നോക്കി ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്തു, പക്ഷെ നമുക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഇന്റർവ്യൂവിൽ നിന്ന് കൃത്യമായിട്ട് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകാൻ ശ്രദ്ധിക്കാം. കാരണം വൃശ്ചിക രാശിയെ സംബന്ധിച്ചാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറവ് നിങ്ങളെ ജോലിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാന ഭാഗമായിട്ട് കാണാവുന്നതാണ്. സോ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലിയിലേക്ക് കിട്ടാൻ യോഗമുള്ള സമയമാണ്. ബിസിനസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുരോഗതിയൊക്കെ പറയാവുന്ന ഒരു സമയമാണ്. ബിസിനസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് മാർക്കറ്റ് അനലൈസ് ചെയ്ത് നല്ല മാർക്കറ്റിലാണ് നിങ്ങൾ കൊണ്ടുവന്ന് ബിസിനസ് തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമായിരിക്കും. ബിസിനസ് കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ, നമുക്ക് കൃത്യമായ ഒരു സ്പോട്ടിലല്ല നമ്മുടെ ബിസിനസ് ചെയ്യുന്നത്. കൃത്യമായ ഒരു മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ നമുക്ക് എത്ര നല്ല സമയമാണെന്ന് പറഞ്ഞാൽ പോലും ആ ബിസിനസ്സിൽ പുരോഗതി കാണാൻ പറ്റിയെന്ന് വരില്ല. സോ അതൊന്നും പഠിച്ച്, അത് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യമാണ്, അതൊന്ന് ശ്രദ്ധിച്ച് ആ മാർക്കറ്റ് ഒന്ന് പഠിച്ച ശേഷം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരു പുരോഗതി ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അപ്പൊ ആ പുരോഗതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. വിവാഹ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് ഉത്തമമായ ഒരു സമയമാണ്. പിന്നെ ഒരു ദുഃഖഭാഗം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സന്താനങ്ങളുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളും മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സന്താനങ്ങളെ കൂട്ടുകെട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഉത്തമമായിരിക്കും വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഒരു ജോലിയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിൽക്കുകയാണ്, വലിയ കുഴപ്പമില്ലാതെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പുരോഗതിയൊക്കെ പറയാവുന്ന സമയമാണ്. തൊഴിലൊക്കെ ആണെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ പറയാവുന്ന സമയമാണ്. ബിസിനസ്സിലായാലും ആ സെയിൽസ് ഒന്ന് പയ്യെ ഇൻക്രീസ് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പൊ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ ആ സെയിൽസ് ഒന്ന് പയ്യെ ഇൻക്രീസ് ആവാൻ സാധ്യതയുള്ള സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരുമാന മാർഗങ്ങളൊക്കെ ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമയം തന്നെയാണ്. കൃത്യമായ ആ ഒരു പഠനത്തിലൂടെ അതിനെ കുറിച്ചൊന്ന് പഠിച്ച് ഗ്രഹിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കാനും അത് ഇരട്ടിപ്പിക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പരീക്ഷ വിജയം, മത്സര പരീക്ഷ വിജയമൊക്കെ പറയാൻ സമയമാണ്. അറിവുകളൊക്കെ പുതിയതായിട്ട് ശേഖരിക്കാൻ പറ്റുന്ന സമയമാണ്. പുരസ്കാരങ്ങൾ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. അനുകൂലമായ സമയമാണ്. കൃത്യമായ ഒരു ഫോക്കസ് കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ആയിട്ടുള്ള വർഷമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പ്രണയ കാര്യം നോക്കുകയാണെങ്കിൽ കുടുംബ ജീവിതത്തിൽ അനുകൂലമായ സമയമാണ്. പ്രണയ വിജയം പറയാവുന്ന സമയമാണ്. കുടുംബത്തിലായാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഐക്യത്തിലൊക്കെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാനോ അല്ലെ നമ്മുടെ വീട്ടിൽ നടക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. സോ നമുക്ക് ആ ഒരു അനുകൂലമായിട്ടുള്ള ഫലമായിട്ട് നമുക്ക് പറയാൻ സമയം. ജീവിതത്തിന്റെ ലക്ഷ്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും പറ്റുന്ന ഒരു സമയമായിരിക്കും ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. സോ ആ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ലൊരു ജീവിത വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കൈക്കുള്ളിൽ നിങ്ങളുടെ വിജയത്തെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ അതിനൊക്കെ കൃത്യമായ ഒരു പ്ലാനിങ് ആവശ്യമാണെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്ലാൻ ചെയ്യും, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ചെറിയ താമസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതൊന്ന് കറക്റ്റാക്കി ആ പ്ലാനിനൊപ്പം നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല സക്സസ് നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ നിങ്ങളുടെ പ്ലാൻ ചെയ്യാൻ കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്തിനാണോ പ്ലാൻ ചെയ്യേണ്ടത് ആ കൃത്യമായി പ്ലാൻ ചെയ്യാൻ അറിയുന്നവർക്ക് അത് കൊടുക്കുക. കൃത്യമായി ടൈം മാനേജ് ചെയ്യുന്നവർക്ക് അത് കൊടുക്കുക. അപ്പൊ അവരത് കൃത്യമായി ടൈം മാനേജ്മെന്റ് ചെയ്ത് തരും. അപ്പൊ അവർക്കൊരു ഫീസ് കൊടുക്കുക. അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ടൈം മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ പോലെ കൃത്യമായ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കൃത്യമായിട്ടുള്ള പ്ലാൻ. പക്ഷെ അതിന് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നവർക്ക് അതിന് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്താ ടൈം മാനേജ് ചെയ്ത് കൃത്യമായിട്ട് ടൈം സ്ലോട്ടൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടി ഒന്ന് ഷെഡ്യൂൾ ആക്കി കൊണ്ടുപോയി ഡിസിപ്ലിനിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടി വ്യക്തമായിട്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാൻ പറ്റും കേട്ടോ. ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അതുപോലെ ഇടയ്ക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾ, അത്ര ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ളൂ. വലിയ പ്രശ്നത്തിലേക്കൊന്നും വലുതെറിക്കാതെ ഈ ഒരു വർഷം കാത്തുരക്ഷിക്കും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ ഒരു സന്തോഷമായി നിൽക്കാൻ പറ്റും. വാൾക്കിട്ട് നിൽക്കുന്നവരൊക്കെ സുഹൃത്തുക്കളായി മാറി വരാനൊക്കെ യോഗമുള്ള സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുക കേട്ടോ. ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാടുന്ന 2 നക്ഷത്രമാണ് ധനുരാശി. 6ാം ഭാവത്തിൽ വ്യാഴവും 3ൽ ശനിയും 4ൽ രാഹുവും 10ൽ കേതുവും സഞ്ചരിക്കുന്ന സമയം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് ഈ ഒരു വർഷകാലം ധനുരാശിക്കാരെ
പറയാൻ പറ്റുമോ? നമുക്ക് എന്തൊരു കാര്യത്തിൽ ചെയ്യുമ്പോഴും ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ചെയ്യേണ്ട ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഉത്സാഹത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾ വിജയം കൈവരിക്കാൻ സാധിക്കും. എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഉത്സാഹത്തോടെയും ഊർജ്ജസ്വലതയോടെ ഇറങ്ങാൻ ശ്രമിക്കുക. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയായാലും ഗുണഫലങ്ങൾ പറയാം. എന്നിരുന്നാൽ പോലും തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്ത് ചില തടസ്സങ്ങള്, നമുക്ക് ചില ബുദ്ധിമുട്ടുകള്, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരാനും സാധ്യതയുണ്ട്. സോ അതൊന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മടി അല്ലെങ്കിൽ ഒരു അലസത, ആ അലസതാ മനോഭാവമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ലൊരു രീതിയിൽ ഗുണഫലങ്ങളൊക്കെ പറയാവുന്ന സമയമാണ്. ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ വരാനും സാധ്യതയുള്ള വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ദുഃഖകരമായ ഫലങ്ങൾ വരുമ്പോൾ അയ്യോ ഇത് ദുഃഖമാണ്, കഷ്ടകാലമാണ്, ഇത് എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. സോ അതിനെയൊക്കെ മറികടന്ന് വരാൻ ശ്രമിക്കുക. അതിനെ ഓർത്ത് ക്ലേശിച്ച് നമ്മുടെ ആ ലൈഫ് അവിടെ സ്പോയിൽ ചെയ്യാതെ നമുക്ക് ഇച്ചോടെ ആത്മാർത്ഥതയോടെ, കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടെ, കുറച്ചുകൂടെ എനർജറ്റിക്കോടെ നമ്മൾ ആ ഒരു ലൈഫിനെ നോക്കിക്കണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് ഒരു സക്സസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. സോ ജീവിത പങ്കാളിയുടെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധയ്ക്ക് വെക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ വളരെയധികം ജാഗ്രതയോടെ വേണം ചെയ്യാൻ. കുറെ ചതികളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ഇരിക്കുമ്പോൾ ആ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുക, മറ്റുള്ള കാര്യത്തിൽ ആ ശ്രദ്ധ കുറയ്ക്കുക. ഓക്കെ, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നു ആ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. സാമ്പത്തികമായ നഷ്ടങ്ങളൊക്കെ വരാനും സാധ്യതയുള്ള സമയമാണ്. സോ ആ കാര്യങ്ങൾ എടുക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം കഠിന അധ്വാനം ആവശ്യമായി വരുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ആത്മാർത്ഥത്തോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ആത്മാർത്ഥത ഇല്ലാതെ എന്തൊരു കാര്യം ചെയ്താലും ഒരു വിജയം നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്തൊരു കാര്യം ചെയ്യുന്നതിലും അതിലൊരു ആത്മാർത്ഥത ഉണ്ടാവുന്ന ഉറപ്പ് വരുത്തുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനും കുറുക്കുവഴികൾ അന്വേഷിച്ചു പോകാതെയും കുറുക്കുവഴിയും സ്വീകരിക്കാതെ ഇരിക്കുക. എല്ലാം പാതയിലൂടെ തന്നെ നേടിയെടുക്കാനും നേർപാതയിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കും ഈ ഒരു വർഷകാലം ഉത്തമം എന്ന് പറയുക. നമ്മുടെ ഒരു ലൈഫിന്റെ സക്സസിനായാലും നമ്മുടെ ഒരു ലൈഫ് സെക്യൂരിറ്റിക്കായാലും എല്ലാത്തിനും ഉചിതം എന്ന് പറയുന്നത് അതായിരിക്കും. അതുപോലെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പകർച്ചവ്യാധികളൊക്കെ പിടിപെടാൻ യോഗമുള്ള സമയമാണ്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഉത്തമമാണ്. വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ. അതുപോലെ ഭവന നിർമ്മാണത്തിനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇറങ്ങുക. അതല്ലാതെ നമ്മൾ ഒത്തിരി കടമെടുത്തെടുത്ത് വെച്ചിട്ടൊക്കെ ഇരിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ വാക്ക് കേട്ടിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം. അതല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ചതി വഞ്ചനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അത് വളരെയധികം ടേക്ക് കെയർ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് സുഹൃത്തായി നിന്നവരായിരിക്കാം, ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം. ആരാണ് നമ്മളെ ചതിക്കുന്നത് പറയാൻ പറ്റില്ല. നമുക്ക് ആ സമയത്ത് ആ ചതി കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ ചതി ആയിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ചെന്ന് കുറുക്കി ചാടാൻ സാധ്യതയുണ്ട്. സോ അത് അത്ര അധികം ശ്രദ്ധ ടേക്ക് കെയർ ചെയ്യുക. നമ്മുടെ ചിങ്ങം 1-ാം തീയതി മുതൽ തന്നെ വളരെയധികം ജാഗ്രതയോടെ നിങ്ങളുടെ ഒരു വർഷത്തെ നോക്കി കാണുക. ഓരോ വർഷവും കൃത്യമായി ഈശ്വര പ്രാർത്ഥനയോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ജീവിതത്തിലുണ്ടാവുന്ന പ്രതിസന്ധികൾ എന്തു തന്നെയാലും അത് മറികടക്കാൻ സാധിക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. മകരരാശി. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമരടങ്ങുന്ന 2.25 നക്ഷത്രമാണ് മകരരാശിയെ സംബന്ധിച്ചോളം. ഈ ഒരു വർഷകാലത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം വർഷ ആരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും വർഷാവസാനത്തോടൊക്കെ വരുമ്പത്തേനും ഒരു മധ്യത്തിന് ശേഷമൊക്കെ ആയിട്ട് വരുമ്പത്തേനും നിങ്ങൾക്ക് ഒരു അനുകൂലമായ ഫലങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷാവസാനത്തോടെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പറയാം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം എന്ന് പറയുന്ന അനുകൂലമായിട്ടുള്ള ഫലമായിട്ട് നമുക്ക് പറയാം കേട്ടോ. 5-ാം ഭാവത്തിൽ വ്യാഴവും, 2-ൽ ശനിയും, 3-ാം ഭാവത്തിൽ രാഹുവും, 9-ൽ കേതുവും സഞ്ചരിക്കുന്ന സമയമാണ്. നമുക്ക് സാമ്പത്തികമായ പുരോഗതിയൊക്കെ പറയാവുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഉന്നതി നേടാൻ സാധിക്കുന്ന സമയമാണ്. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും. വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ദമ്പതികളൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കാലമായിട്ട് സന്താനമില്ല എന്നുള്ള ദുഃഖത്തിലൊക്കെ നിൽക്കുന്നവർക്ക് അതിനുള്ള സംതൃപ്തി അല്ലെങ്കിൽ സമാധാനം എന്നൊക്കെ പറയുന്ന രീതിയിൽ സന്താന ലാഭം, സന്താന ലബ്ധിയൊക്കെ പറയാവുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ കാലമായിട്ടൊരു വീട് പണിയണം അല്ലെങ്കിൽ വീടൊന്ന് പുതുക്കി പണിഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയം വരുന്ന സമയമാണ്.
അതുപോലെ തന്നെ ഒരു വാഹനം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വാഹനം മാറ്റിയെടുക്കണം ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വാഹനത്തിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനുകൂലമായ സമയമാണ്. എന്നിരുന്നാലും ചില തടസ്സങ്ങൾ പഠിക്കുമ്പോൾ ഓർമ്മ നിൽക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമുക്കൊരു മറവി കൂടുതലായിട്ട് വരാം, അതല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരവ്, അതൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ വലിയ കുഴപ്പമില്ല വിദ്യാർത്ഥികൾക്കും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അനുകൂലമായ സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു സഹോദരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രണയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. എന്നിരുന്നാൽ പോലും ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ പറയാവുന്ന സമയമാണ്. അതിന് ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ആരോഗ്യ കാര്യങ്ങൾ നോക്കിയാൽ വലിയ കുഴപ്പങ്ങളൊന്നും കാണാൻ പറ്റൂല നമുക്ക് ഈ ഒരു വർഷം എന്ന് പറയാം. പക്ഷെ നമ്മുടെ ആഹാരം, നമ്മുടെ യാത്രകൾ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നതൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാഫല്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ നേടാനൊക്കെ സമയമാണ്. ബിസിനസ് സംബന്ധത്തിലും പുരോഗതികളൊക്കെ പറയാൻ സമയമാണ്. ഞാൻ പറയുന്നത് കൂട്ടു ബിസിനസ്സുകളൊക്കെ ഒന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും. ഊഹ കച്ചവടങ്ങളൊക്കെ ഒന്ന് മാറി നിർത്തുന്ന ഉത്തമമാണ്, നല്ല സമയമാണെങ്കിൽ പോലും കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു വർഷത്തെ നോക്കി കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ നേരിടാൻ സാധിക്കും. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു നേട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ജീവിതത്തിലുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, അതൊക്കെ ഒന്ന് മാറി നമ്മുടെ ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. വിവാഹം കഴിഞ്ഞവർക്ക് കുറെ വർക്കുകളൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ ഒന്ന് ഈ ഒരു വർഷത്തിനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വർക്കുകളൊക്കെ ഒന്ന് മാറി വീണ്ടും നിങ്ങൾക്ക് ഒന്നിക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നൊക്കെ വഴക്കിട്ട് മാറി നിൽക്കുന്നവരായാലും ഇതും നിങ്ങളൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആ കുടുംബത്തിൽ ചേരാനും അല്ലെങ്കിൽ ഒരു ഐക്യത്തിൽ തന്നെ നിങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന സമയം കൂടിയായിരിക്കും. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. കൃത്യമായ ഒരു ലക്ഷ്യം വെക്കുക, കൃത്യമായ ലക്ഷ്യബോധം വെച്ച് ഈ കിട്ടുന്ന നല്ല സമയങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് മോശ സമയം വരുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ നമുക്ക് ഒരു പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾ കണ്ടതാണ് നിങ്ങളുടെ ഈ ലൈഫിലൂടെ. നിങ്ങൾ പലതരത്തിലുള്ള ദുഃഖങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ സഹിച്ച് മുന്നോട്ട് വരാൻ പ്രധാന കാരണം വെച്ചാൽ നിങ്ങൾ കൃത്യമായി നിങ്ങളെ ലൈഫ് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, എന്തൊരു പ്രതിസന്ധി വന്നാൽ അതിനെ മറികടക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അതിനുള്ള മാർഗങ്ങൾ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നേനെ. പക്ഷെ അത് നടത്താൻ പറ്റി. എന്നിരുന്നാലും നിങ്ങൾ ഇങ്ങനെയൊക്കെയോ പോരാടി നിങ്ങളുടെ ഒരു മനക്കരുത്തും ഈശ്വരാധീനവും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ലൈഫ് ഇത്രയും എത്താൻ സാധിച്ചു. ഇനി മുന്നോട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈശ്വരാധീനമൊക്കെ വർദ്ധിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായൊരു ചിട്ടയും അടക്കവും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളെ കണ്ണും പൂട്ടി വിശ്വസിച്ചൊരു കാര്യത്തിന് ഇറങ്ങാതെ കൃത്യമായിട്ട് അന്വേഷിച്ച് ഒരു നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഉപയോഗിച്ച് മുന്നോട്ട് ഇറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. കുംഭരാശി അവിട്ടമര, ചതയം, പൂരിട്ടാതി, മുക്കാടുകുന്ന 2 നക്ഷത്രമാണ് കുംഭരാശി. ഇവരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അത്ര അനുകൂലമായ സമയമായിരിക്കില്ല കേട്ടോ. 4-ാം ഭാവത്തിൽ വ്യാഴവും, ജന്മത്തിൽ ശനിയും, 2-ാം ഭാവത്തിൽ രാഹുവും, 8-ൽ കേതുവും സഞ്ചരിക്കുന്ന സമയമാണ്. ഇവർക്ക് അത്ര അനുകൂലമായ ഫലങ്ങളൊന്നുമല്ല ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുക. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. പല തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. നമുക്കൊരു ചലഞ്ചസ് നിറഞ്ഞ, വെല്ലുവിളികൾ നിറഞ്ഞൊരു വർഷമായിട്ടാണ് 1200 കുംഭരാശിയെ സംബന്ധിച്ചോളം കാണാൻ പറ്റുക. നമുക്ക് വരുമാനം നോക്കിക്കഴിഞ്ഞാൽ വരുമാനം വരില്ലെന്ന് ചോദിച്ചാൽ വരുമാനം വരും. പക്ഷെ അതിനുപരി ചെലവ് വർദ്ധിക്കും. ചെലവ് അമിതമാകാൻ ചാൻസ് കൂടുന്ന ഒരു വർഷമായിരിക്കും. അതുപോലെ തന്നെ ഒന്നും നടക്കേണ്ടടുത്ത് 100 നടപ്പ്. ഒരു കാര്യത്തിന് നമ്മൾ പലവട്ടം അയ്യേണ്ട ഒരു അലച്ചിലിന്റെ അവസ്ഥ ഒക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. നമുക്ക് അത് മാത്രം ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് പയ്യെ സമാധാനത്തോടെ എടുക്കാൻ ശ്രദ്ധിക്കുക. വേഗത്തിലുള്ള തീരുമാനം അത് അപകടത്തെ വിളിച്ചു വരുത്തും. ചിന്തിക്കാതെ ഒരു കാര്യവും പറയാനോ ചെയ്യാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല. ചിന്തിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ദുരന്ത അനുഭവത്തിലേക്ക് വഴിതിരിക്കും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മിത്രങ്ങൾ പോലും ശത്രുക്കളായി മാറുന്നൊരു സമയമാണ് ഇതെന്ന് പറയുന്നത്. സോ അത്ര അധികം ശ്രദ്ധ ആവശ്യമാണ്.
വാഹന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. കഴിയുമത്ര വാഹനം മറ്റുള്ളവർക്ക് വാഹനം ഓടിക്കാനൊക്കെ ആണെങ്കിൽ ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറെ കൊണ്ട് തന്നെ ഓടിപ്പിക്കുക. അതല്ലെങ്കിൽ നമ്മളാണ് ഓടിക്കുന്നത് എങ്കിൽ നമ്മൾ അത്രയധികം ജാഗ്രതയോടെ വേണം വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറയാം. അതുപോലെ തന്നെ വീട് വിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരാം. അതും എന്തുകൊണ്ടും ആവാം. ചിലപ്പോൾ വീട് വിട്ട് മാറി നിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പം ജോലി സംബന്ധമായിട്ട്, ചിലപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ടായിരിക്കാം. എന്തുകൊണ്ടായാലും അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങി വരാൻ സാധ്യതയുണ്ട്. തൊഴിലൊക്കെ നിൽക്കുന്നവർക്ക് സ്ഥാനം മാറ്റമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തൊഴിൽ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു മാറ്റം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തൊരു കാര്യത്തിലായാലും അത് നമുക്ക് അനുകൂലമായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരദിനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സോ ഈശ്വരദിനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. സൽപ്രവർത്തികൾ ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുക. അത് ഉത്തമമായിട്ടുള്ള ഫലത്തിലേക്ക് നമ്മളെ നയിക്കാൻ സഹായിക്കും. നമ്മൾ ഈ കൂടെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബാധിക്കും. സോ അത് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഈ ഒരു വർഷത്തെ നോക്കി കാണേണ്ടതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തൊരു കാര്യവും കരുതലോടെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തൊരു കാര്യം പറയുമ്പോഴും ചിന്തിച്ച് മാത്രം പറയാൻ ശ്രദ്ധിക്കുക. ചതിയൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ നിൽക്കണ്ട. എല്ലാ കാര്യങ്ങളും ഒന്ന് തൻ്റെതായ രീതിയിൽ ഒന്ന് പരിശോധിച്ച് മാത്രം മുന്നോട്ട് പോവുക. ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. ഓക്കെ, ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ആ ചതി എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചതി, നമുക്ക് പിന്നെ തിരിച്ചു കയറാൻ പോലും പറ്റാത്ത ചതിക്കുഴിയിലേക്ക് നമ്മളെ തള്ളിയിടാൻ സാധ്യത. കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫോക്കസ് ആയിരിക്കുന്നത് ഉത്തമമായിരിക്കും. നിങ്ങളുടെ ഫോക്കസ്, ശ്രദ്ധയൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധ കൂടുതൽ നിങ്ങളുടെ പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പേരൻസ് ആണെങ്കിൽ കുംഭരാശിയുടെ വിദ്യാർത്ഥികളുടെ പേരൻസ് വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടുകളൊന്നും ശ്രദ്ധിക്കുക, അവരുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവർ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ശ്രദ്ധിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. കുടുംബജീവിതത്തെ നോക്കുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിലായ കലഹങ്ങള്, ചില സ്വർച്ചയില്ലായ്മ, അഭിപ്രായ വ്യത്യാസങ്ങള് ഒക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രണയ കാര്യത്തിലായെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങള്, കലഹം, ബ്രേക്കപ്പ് ഒക്കെ പറയാവുന്ന സമയമാണ്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു വർഷം എന്ന് പറയുന്നത് കരുതലുടെയും ജാഗ്രതയുടെയും വർഷമാണ്. ശ്രദ്ധ 1 വേണ്ടടുത്ത് 10 വേണ്ട സമയമാണ് ഇത് എന്ന് പറയുന്നത്. സോ അത്ര അധികം ശ്രദ്ധയോടെ ജാഗ്രതയോ വേണം നിങ്ങൾ ഈ ഒരു വർഷം നോക്കി കാണട്ടെ. ഈശ്വരാധീനയും സൽപ്രവൃത്തികളും കൃത്യമായ രീതിയിലുള്ള അടുക്കും ചിട്ടയമായ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് പകുതി പ്രശ്നം കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ലൊരു വർഷമാകട്ടെ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു വിശ്വാസവും അതിന് ഏറ്റവും പ്രധാന. സോ ഈശ്വരനെ മുറുക്കി പിടിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ഒരു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഉത്തമമാണ്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ്. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുറച്ച് പൈസ എങ്കിലും ഇട്ട് ഭണ്ഡാരത്തിലിട്ട് പ്രാർത്ഥിക്കുക. അത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഈ വർഷം കടന്നു നിർത്താൻ സാധിക്കും കേട്ടോ. മീനരാശി. പോരുട്ടാതി ഉത്തരട്ടാതി രേവതി അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് മീനരാശി. ഇവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 3ാം ഭാവത്തിൽ വ്യാഴവും 12ാം ഭാവത്തിൽ ശനിയും ജന്മത്തിൽ രാഹുവും 7ൽ കേതുവും സഞ്ചരിക്കുന്ന സമയമാണ്. ഒരു സമ്മിശ്ര ഫലം നമുക്ക് പറയാവുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നതായിരിക്കും. എന്തൊരു കാര്യത്തിലായാലും നമുക്ക് പ്രതീക്ഷിക്കാതെ പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നേക്കാം. കുടുംബ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി നോക്കി നടന്നില്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങള്, അഭിപ്രായ ഭിന്നതകള്, കലഹങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രണയക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കാണെങ്കിൽ മീനരാശിയുള്ളവർക്ക് ടെൻഷൻ കുറച്ച് കൂടുതലായിരിക്കും. സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യം നടക്കണമെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കണം. ആ ഒരു വിശ്വാസത്തോടെ വേണം മുന്നോട്ട് പോകാൻ. കാരണം ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല, അയ്യോ എനിക്ക് നടക്കുന്നില്ല എന്ന് ഓർത്ത് നിരാശപ്പെടാതെ അത് കുറച്ച് കഴിഞ്ഞിട്ടായാലും എനിക്ക് നടത്തി എടുക്കാൻ സാധിക്കും, എനിക്ക് ആ നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ കൈക്കലാകും. ഞാൻ ജോലി അന്വേഷിക്കുകയാണ്, കുറച്ച് അറിയേണ്ടി വന്നാലും എനിക്ക് ആ ജോലി കിട്ടും എന്ന വിശ്വാസം വരിക. പരീക്ഷയിലായാലും ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാലും എനിക്ക് പഠനത്തിൽ ഞാൻ വിജയിക്കാൻ സാധിക്കും, പരീക്ഷ വിജയിക്കാൻ പറ്റും എന്നൊരു ഉറപ്പും കൂടി ഉണ്ടാവണം. കാരണം ആ ഒരു ഉറപ്പ്, ആ ഒരു വിശ്വാസം നഷ്ടമായാൽ നിങ്ങൾക്ക് ആ ലൈഫിലോട്ട് മുന്നോട്ട് പോകാവുന്ന
ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആവും. നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അവരുടെ ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ കൃത്യമായ വൈദ്യ പരിശോധനയ്ക്ക് നടത്തുക, കൃത്യമായ മരുന്ന് സേവിക്കാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശത്രു ഭയം, ശത്രു ശല്യമൊക്കെ പറയാവുന്ന സമയമാണ്. സോ ശത്രുക്കളെയും കരുതിയിരിക്കുക. ആരാ നമ്മുടെ ശത്രു എന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ പോലും വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നവരായിരിക്കുന്നില്ല നമ്മുടെ ശത്രുക്കൾ. സോ ശത്രു ഇന്ന ആളായിരിക്കും എന്ന് ഉറപ്പ് വരുത്താതെ നമ്മൾ ഒരു കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആര് ശത്രു ആയാലും വിഷയമില്ല. നമുക്ക് അതൊന്നും നോക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിലൊക്കെ നഷ്ടമായ സാധ്യത നമുക്ക് ആ തൊഴിൽ ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും നമ്മളോട് ഒരു കുശുമ്പ് അസൂയ, അത് നമ്മുടെ ചിലപ്പോൾ ജോലി ചെയ്യുന്ന കൂടെ ജോലി ചെയ്യുന്നവർക്ക് തന്നെ ആവാം. സോ നമ്മുടെ ആ ജോലി നഷ്ടമാവണം, അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടമായി പോകണം, അല്ലെങ്കിൽ മേലധികാരിക്ക് നമ്മളുടെ ആ പ്രീതി നഷ്ടമാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പേര് നിങ്ങളുടെ ചുറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലൈഫ് എന്ന് പറയുന്ന ഭയങ്കര, ഇപ്പം റോട്ടിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര കുണ്ടും കുരിയായി നമുക്ക് ആ വണ്ടി ഓടിച്ചു പോകാൻ ഭയങ്കര പാടായിരിക്കും. സോ അങ്ങനെയാണ് ആകാൻ സാധ്യതയുണ്ട്. സോ ഒന്ന് ശ്രദ്ധിച്ച് ആ റോഡ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് റോഡൊക്കെ ഇട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലായാലും നമ്മൾ എല്ലാം കരുതലോടെയും ജാഗ്രതയോടെയൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് നല്ല രീതിക്കാണ് ഉൾക്കൊള്ളുന്ന, ആ രീതിക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുകയോ വലിയ പ്രശ്നങ്ങളില്ല, നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് ഈ ഒരു വർഷത്തെ കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ, ജീവിതത്തിലായാലും. അതുപോലെ തന്നെ നമുക്ക് പ്രണയത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ പങ്കാളിയുമായിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ സ്വരം കൂട്ടി സംസാരിക്കണം, ദേഷ്യം കുറച്ച് കൂട്ടി അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ആ പങ്കാളിയുടെ ഫീലിങ്സ്, ഇമോഷൻസ് അതൊന്നും മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും കൂടി മനസ്സിലാക്കി മുന്നോട്ട് പെരുമാറാൻ ശ്രദ്ധിക്കുക. അപ്പൊ കുറച്ച് ആ പ്രണയകാലത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും നമ്മൾ പറഞ്ഞ പോലെ കാലതാമസം വരുമെന്ന ഉറപ്പോടെ തന്നെ വേണം പോകാൻ. നമുക്ക് ആ കാര്യം ഇന്നല്ലേ നാളെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് അതുണ്ടാവണം. ഓക്കെ, അങ്ങനെ ആയെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, വലിയ ഒത്തിരി ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒരു വർഷം എന്ന് പറയുന്നത് ജാഗ്രതയോടെയും കരുതലോടെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പൊതുവെ പറഞ്ഞൊരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. ബിസിനസ് കാര്യങ്ങളായി ഒരു ഇടയ്ക്കൊരു കയറ്റിൽ ഇറക്കലൊക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കി തന്നെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ രാശിഫലം എന്ന് പറയുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അധികം പേരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒരു രാശിഫലം എന്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ? എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഫലമായിട്ട് എനിക്ക് യോജിക്കാറില്ല. എന്റെ ഫലമായിട്ട് മിക്കതും ഈ വീഡിയോസ് വരുന്ന ഫലങ്ങൾ ഒക്കാറില്ല എന്ന് പറയാറുണ്ട്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ്. വ്യക്തിപരമായിട്ടുള്ള ഫലം അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ സ്വയം ജാതക പരിശോധന, ഇപ്പൊ നമുക്ക് പറയാമെങ്കിൽ ഒരു മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പനിക്ക് ഇന്ന മരുന്നുകൾ എന്ന് നമുക്ക് പറയാം. എന്നാൽ ആ ഒരു വ്യക്തിയെ പരിശോധിച്ച് നമ്മൾ മരുന്ന് നിർണ്ണയിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യതയോടെ നമുക്ക് ആ വിവരങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു കൃത്യമായ മെഡിസിൻ ഓരോരുത്തർക്കും നൽകാനും സാധിക്കും. അതുപോലെ തന്നെ കുറച്ചുപേര് ചോദിക്കുന്നതാണ്, എപ്പോഴും എല്ലാവരും എന്നെ മാത്രം ശത്രുവായി കാണുന്നുണ്ട്, എല്ലാവർക്കും എപ്പോഴും എനിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ്? അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയോ? നമ്മളൊരു മാവിലേക്ക് കല്ലെറിയുന്നത് എങ്ങനെയുള്ള മാവിലേക്കായിരിക്കും കല്ലെറിക്കുക? നല്ല കായ്ച്ചു നിൽക്കുന്ന മാവിലേക്കല്ലേ കല്ലെറിയുള്ളൂ. ഇല്ലാത്ത മാങ്ങയൊന്നും ഇല്ലാത്ത മാവിലേക്ക് ആരെങ്കിലും കല്ല് പിറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുവോ? ഇല്ല, അല്ലേ? അത്രയും തന്നെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട്, മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ മറ്റുള്ളവർക്ക് അതിന് മേലിൽ എന്താണ് ഒരു അസൂയ, കുശുമ്പ എന്നൊക്കെ പറയാം നമുക്ക്, എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ എന്ത് ചെയ്യുന്നത്, കല്ല് ചെയ്യുന്നത്. ആ കല്ല് എറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണറിയോ? അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരുക. ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ കല്ല് എറിയുന്നുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കൈ ടാറ്റ് തരുന്നൊരു ഫീൽ തോന്നും. ഓക്കെ, നമ്മളെ ടാറ്റ്, നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് നമുക്ക് ടാറ്റ് തരുന്നൊരു ഫീൽ തോന്നും. ഹായ് എന്നൊക്കെ പറയുന്ന ഒരു ഫീൽ കിട്ടും. അപ്പോ നമ്മൾ അവിടെ തന്നെ നിന്ന് പോയാലും പ്രശ്നമാണ്, അതിൽ നിന്ന് താന്നു വന്നാലും പ്രശ്നമാണ്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. താന്നു പോയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സേഫ് ആണ്, നിങ്ങൾ ആരും കല്ലെറിയാനും നിൽക്കൂല. കാരണം എന്താ, മാവില്ലാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവിലേക്ക് ആര് കായ്ക്കും? ഇപ്പൊ മാവ് വിചാരിക്കുകയാണ്, ഏത് നേരം കല്ലെറിയല്ലേ, ഞാൻ അടുത്ത വർഷം പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ആരും അതിലോട്ട് എന്ത് ചെയ്യാനല്ല,
കല്ലെറിയാനും പോകുന്നില്ല, പറിക്കാനും പോകുന്നില്ല, ഒന്നുമില്ല. ആ സ്ഥാനത്ത് അടുത്ത വർഷം ചുവടും പൊക്കമൊക്കെ വെച്ച് ചുവട് നന്നായി മാവും പൂവൊക്കെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ കല്ലെറിയാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കും? എറിഞ്ഞാൽ എത്തൂലാത്ത ഉയരത്തിലേക്ക് എത്തണം. ആ ഉയരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആകാൻ സാധിക്കും. എന്നാൽ ഇത് എല്ലാവർക്കും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നേ ഉള്ളൂ. നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിച്ചു കൃത്യമായ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താകണം എന്ന കൃത്യമായ ലക്ഷ്യബോധം നമുക്കുണ്ടാകും. എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ലക്ഷ്യമില്ലാതെ ഓടുന്ന എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തതയില്ലാതെ നമുക്ക് ചുമ്മാ ഓടാന്ന് മാത്രമല്ല, നമുക്ക് അറിയത്തില്ല ഇതിന്റെ അന്ത്യം എവിടെയാണ് അല്ലെങ്കിൽ ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ കൃത്യമായൊരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡന്റിഫൈ അത് എന്റെ ചെക്ക് പോയിന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത ചെക്ക് പോയിന്റ് ഇന്നടുത്തുണ്ട്, അല്ലെങ്കിൽ ഇതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? അത് കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം എങ്കിൽ ആദ്യമേ നമ്മൾ എടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക. നമുക്കത് നേടിയെടുക്കണം ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങൾ കീഴടക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ കീഴടക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താനോ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനോ നമ്മളെ ചുറ്റും ആശ്രയിച്ച് നിൽക്കുന്നവരെ സഹായിക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇന്നോട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരു പുതുവർഷ ഫലമാണ് അല്ലെ. അപ്പൊ ഈ ചിങ്ങം 1-ാം തീയതി മുതൽ നിങ്ങൾ ഒരു കൃത്യമായ ഒരു റെവല്യൂഷൻ എടുക്കുക. ഇപ്പൊ 2024 തുടങ്ങിയപ്പോ പലരും കുറെ ചലഞ്ചസും കുറെ പ്ലാൻസും ഗോൾസും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് പകുതി പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും? പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും. എന്നാൽ അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല. ഇതൊരു പുതുവർഷമാണ്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു പുതുവർഷമാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അടുത്ത ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കണം. നിങ്ങൾ 2025 ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് 20 അപ്പം നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് ഉണ്ട്. അപ്പം തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യുക? കുതിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും? അസൂയാക്കളാവും. അത് മാത്രമല്ല, നമുക്ക് തന്നെ എന്നും പ്രശ്നമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നോടത്ത് ആ പ്രശ്നം മാറൂല. അതിനെന്താണ് ചെയ്യാൻ പറ്റുക, ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ എങ്ങനെയൊക്കെയോ ചെയ്തിട്ടോ യാതൊരു പ്രയോജനമില്ല. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നിങ്ങൾ രാശിഫലമൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ ഇരിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല. ഒരു വലിയ കാര്യങ്ങൾക്കൊന്നും അറ്റാച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പൊതുവെ രാശിഫലവും അത് ലഗ്നവും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാണ്. അപ്പൊ ലഗ്നവും രാശിഫലവും കൂടി ആകുമ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലത്തിലേക്ക് എത്തും. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എവിടേക്കാണ് നിൽക്കുക, നമുക്കിപ്പോ ദശ ഏതാണ്, ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോയി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അത് മാത്രമല്ല, ഓരോരുത്തരുടെ ജീവിത വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം, ഇപ്പൊ ഒരു വ്യക്തി ഒരേപോലത്തെ ജാതകമുള്ളവരും ഉണ്ടാവാം അല്ലെ. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാതകം ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ അവർ രണ്ടുപേരും വലുതായി വരുമ്പോൾ രണ്ട് ക്യാരക്ടറായി. കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ചുറ്റുപാടാണ് അല്ലെ. ഓരോ വ്യക്തിയുടെയും ചുറ്റിനുമുള്ള ചുറ്റുപാടുകൾ അതിലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. എന്നാൽ ചീത്ത മാത്രം എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാ. ഓക്കെ, ഒരു പാലിന്റെ അകത്ത് ഒരു വശി കടന്ന് പെട്ടെന്ന് പടനാൻ ഈസിയാ. ഓക്കെ, പക്ഷെ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ. സോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗുണങ്ങൾ നൽകുന്ന സമയം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്ന നമുക്ക് വേണ്ടപ്പെട്ടവര് അല്ലെങ്കിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷമല്ല കേട്ടോ. നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നമ്മുടെ നാശമായിരിക്കും. അതല്ല, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ വരാണ് നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക. എല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പൂജേനയോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലോ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര നല്ല ഫലമാണെന്ന് പറഞ്ഞാലും ചുമ്മാ വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. അത് കൃത്യമായ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദൈവം അവിടെ നിന്ന് നോക്കാം, ഓക്കെ അവൻ അധ്വാനിക്കുന്നുണ്ട്, ഓക്കെ അവന് ഫലം കൊടുത്തേക്കാം എന്ന് വിചാരിക്കും. താൻ ബാധി ദൈവം ബാധി. നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെ ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നതല്ല, നമുക്കും ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ.
എന്താണ് ഈ ലാസ്റ്റത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഇത് എന്താണ് നിങ്ങളിലേക്ക് എത്തേണ്ടതാണ് കൃത്യസമയത്ത്. ഈ ഒരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന് നിങ്ങൾക്ക് നൽകേണ്ട കാര്യം തന്നെയാണ്. കാരണം അത് ചിലവർക്ക് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാലും ആ ഫലം മാത്രം കണ്ട് അതിന് വിചാരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഫലം ഓക്കെ എന്നാ വിചാരിച്ച് മുന്നോട്ട് പോകും. ദോഷഫലങ്ങളോ ദുഃഖിക്കുകയും നല്ല ഫലങ്ങളോ സന്തോഷിക്കും. പക്ഷെ ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എന്താ? നിങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്താണോ അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ്, അല്ല മറ്റുള്ളവരല്ല. ഓക്കെ, അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ടില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണ് പറയുന്നത്. നമ്മൾ അന്വേഷിച്ചാൽ എന്തൊരു കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പം നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുവാനായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.